എന്ന് ചോദിച്ചു. ആ ഗുരുനാഥൻ എത്തരം ആളായിരിക്കണം? ആ ഗുരുനാഥന്റെ നിലവാരത്തിനെ കുറിച്ച് പറയുന്നത് സാധ്യ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഗൃഹമായിരിക്കാം. ഈ സ്നാതം എന്ന് വെച്ചാൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം ഇരിക്കുന്ന വ്യക്തിയായിരിക്കണം. ബ്രഹ്മണി സമാശ്രയം. ബ്രഹ്മണി എന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനത്തെ ഒരു വ്യക്തി നമുക്ക് ജീവിത മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരുവാനും തന്മൂലം നമുക്ക് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു അന്ത്യപ്പെടുത്തുവാനും സാധിക്കും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിന്റെ ട്രാൻസ്ലേഷൻ പരിഭാഷ. ഇന്നത്തെ വിഷയമായിട്ട് സ്വീകരിച്ച് പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സംഭവ ചോദ്യം എന്ന് വെച്ചാൽ ചോദ്യം എന്തിനെ കുറിച്ചുള്ളതായിരിക്കും. ഈ അധ്യായത്തിലെ പേര് മായാശക്തിയിൽ നിന്നുള്ള മോചനം എന്നാണ് ഈ പറഞ്ഞത്. സന്ദർഭങ്ങൾ ഈ അധ്യായത്തിന്റെ പേര്. അതായത് പലർക്കും ഈ ചെറിയ നേടിയ വ്യത്യാസം മനസ്സിലാവാതെ തോന്നി ഈ ഭൗതിക ലോകത്തിൽ മായാശക്തി ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ നമ്മൾ പറയും ഭഗവാനാണ് ഈ മായ ഈ ലോകത്തിനെ സൃഷ്ടിച്ചത് എന്ന്. പക്ഷെ ബ്രഹ്മസംഹിത പറയുന്നു മായയാണ് സൃഷ്ടിച്ചത്. ആ ശ്ലോകം സൃഷ്ടി സ്ഥിതി പ്രളയ സാധന ശക്തിയുള്ള ചായേവ പൂരാനുരൂപം ഈച്ഛാനുരൂപം അഭിയഷ്ടി പ്രദേശദേശം സൃഷ്ടി സ്ഥിതി പ്രളയ മൂന്നും ചെയ്യുന്നത് ശക്തി ഭഗവാന്റെ ശക്തിയാണ്. അപ്പൊ ദുർഗ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് തരത്തിലുള്ള ഗുണങ്ങളെ നിയന്ത്രിക്കുന്നത് മായയാണ്. അപ്പൊ ഈ ഭൂമിയില് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന തന്നെ മായാശക്തി ഒന്നാണ്. മായാശക്തി എന്ന് പറയുന്നത് ഒറിജിനലാണ്. മായ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇല്ല എന്നർത്ഥമാണ്. പക്ഷെ അർത്ഥം കൊണ്ട് അത് ഇല്ലാതെ ആവുന്നില്ല. അത് സത്യമാണ്. മായാശക്തി സത്യമാണ്, നുണയല്ല. ആ സത്യമുള്ളത് കൊണ്ടാണ് ആ ശക്തിയുടെ കർത്തവ്യം നമുക്ക് ഇല്യൂഷൻ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ വിഭ്രാന്തി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഭഗവാന്റെ രണ്ട് ശക്തിയാണ്, അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി. അന്തരംഗ ശക്തി ആത്മീയ ശക്തിയും ബഹിരംഗ ശക്തി മായാശക്തി. ഈ മായാശക്തിയുടെ ജോലി തന്നെ നമുക്ക് പരിഭ്രമം ഉണ്ടാക്കുക എന്നുള്ളത്. ബട്ട് ദാറ്റ് ഇസ് ഒറിജിനൽ ശക്തി. ഭഗവാന്റെ ശക്തി ഡ്യൂപ്ലിക്കേറ്റ് ആവില്ല. ഭഗവാന്റെ ശക്തിയാണ് മായാശക്തി. അന്തരംഗം കേശു നോട്ട്സ് എടുക്കും. നിങ്ങളൊക്കെ നോട്ട്സ് കാണിക്കണം ലാസ്റ്റ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട്. മായാശക്തി ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. പക്ഷെ ആ മായാശക്തി നമുക്ക് തരുന്ന എഫക്റ്റ് എന്താണ്? നമുക്ക് തരുന്ന എഫക്റ്റ് പരിഭ്രമമാണ്. അതുകൊണ്ട് നമുക്കത് എന്താണ്? മായ. ആ മായാശക്തി ഒറിജിനൽ ആണെങ്കിൽ അതിന് മായ എന്ന് പേര് വരാൻ കാരണം അത് നമ്മളിൽ ഉളവാക്കുന്ന ഒരു എഫക്റ്റ് എന്താണ്? നമുക്ക് പരിഭ്രമം ഉണ്ടാക്കുക, സത്യം മറച്ചു വെക്കുക എന്നുള്ളതാണ്. മായാദേവിയുടെ ഡ്യൂട്ടി എന്താണ്? ഹി കവേഴ്സ് കൃഷ്ണ. ഭഗവാനെ മറച്ചു വെക്കുക നമ്മളിൽ നിന്നുള്ളതാണ്. എന്തുകൊണ്ട് മറച്ചു വെക്കണം? നമ്മുടെ ആവശ്യമായിരുന്നു നമ്മളിൽ നിന്ന് ഭഗവാനെ മറച്ചു വെക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഭഗവാൻ ആ മായാശക്തിനെ ക്രിയേറ്റ് ചെയ്തത്. കാരണം നമ്മളെ ഭഗവാനിൽ നിന്ന് മറച്ചു വെച്ചാൽ നമുക്ക് ഇത്തരം തോന്നിയാവാസം കാണിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ എന്തറിഞ്ഞു? മായാദേവിനെ കൊണ്ട് നമ്മളെ ആവരണം ചെയ്യാം. യോഗമായ ഭഗവാനെ ആവരണം ചെയ്യും, മഹാമായ നമ്മളെ ആവരണം ചെയ്യും. ഈ ബന്ധം ഡിസ്കണക്റ്റഡ് ആയി. ഭഗവാനും ജീവാത്മാ തമ്മിലുള്ള ബന്ധം
ഡിസ്കണക്ഷൻ എന്ന് വെച്ചാൽ എന്താ? അതിന് ബന്ധമില്ല, വിച്ഛേദിക്കുക അല്ലേ? ഇപ്പൊ കറണ്ട് കണക്ഷൻ വിച്ഛേദിക്കുക എന്ന് പറയില്ലേ? ഈ ബിയിൽ വന്നിട്ട് നിങ്ങളുടെ കറണ്ട് വിച്ഛേദിക്കാൻ പോകണം എന്ന് വെച്ചാൽ ഡിസ്കണക്ട് ചെയ്യും. അതേപോലെ ഭഗവാനെ നമ്മൾ ഡിസ്കണക്ട് ചെയ്യാൻ എന്താണ്? മഹാമായ. അപ്പോ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് സൃഷ്ടിക്കുന്നത്. അതാണ് ഇച്ഛാനുരൂപം അഭിയശ്ച ദേശം. ആരുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് മായ പ്രവർത്തിക്കുന്നത്? സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ചല്ല. മായാദേവിയുടെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ചല്ല മായാദേവി പ്രവർത്തിക്കുന്നത്, ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച്. ഭഗവാന്റെ ആഗ്രഹം എന്താണ്? ജീവാത്മാവിന് എന്നെ ഉപേക്ഷിച്ച് ജീവിക്കണം, ഭഗവാനായിട്ടുള്ള എന്നെ മറന്ന് ജീവിക്കണം. അതുകൊണ്ട് ആ മറവി കൊടുക്കണമെങ്കിൽ ആര് വേണം? മഹാമായ വേണം. ഇപ്പൊ നമ്മള് ഭക്തന്മാര് നാമം ജപിക്കുന്നത്, സത്സംഗത്തിൽ വരുന്നത്, ഗ്രന്ഥം വായിക്കുന്നത്, സാധുസംഗം ചെയ്യുന്ന എല്ലാം എന്താണ്? യോഗമായയുടെ കണക്ഷനാണ്. മഹാമായയിൽ നിന്ന് യോഗമായയിലേക്ക് പോകുന്ന കണക്ഷനാണ് ഈ പ്രവൃത്തികളെല്ലാം. അപ്പം മഹാമായ ആണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത്. അങ്ങനെയാണ് ഇതിന്റെ സൃഷ്ടി സമയം. അപ്പൊ മഹാമായ എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ ശക്തിയാണ്. അത് സത്യമാണ്, നുണയല്ല, റിയാലിറ്റിയാണ്. പക്ഷെ ആ റിയാലിറ്റിയുടെ ജോലി ഇതായിപ്പോ എന്തായി? നമുക്ക് ക്രിയേറ്റിംഗ് ഫർഗറ്റ്ഫുൾനെസ് ഓഫ് കൃഷ്ണ. നമ്മുടെ മനസ്സിൽ ഭഗവാനെ കുറിച്ച് ഓർമ്മ നഷ്ടപ്പെടുക. അതാണ് മഹാമയുടെ ജോലി. അതിനാണ് ഈ ആർട്ടിഫിഷ്യൽ സെറ്റപ്പ്. ഈ ഭൗതിക സൃഷ്ടി ഒരു കൃത്രിമ സൃഷ്ടിയാണ്. എന്താണ് കൃത്രിമ സൃഷ്ടി? അതായത് ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ വീട്ടിലെ അടുക്കളയുണ്ട്, പക്ഷെ കുട്ടികൾക്ക് അടുക്കള അവര് കളിപ്പാട്ടം കൊണ്ട് ഉണ്ടാക്കില്ലേ? അല്ലേ? അത് ദോശ ചട്ടി ഉണ്ടാവും, ചോറ് ചട്ടി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്നുവെച്ചാൽ ആർട്ടിഫിഷ്യൽ കിച്ചൺ. സോ ഒറിജിനൽ ക്രിയേഷൻ ഭഗവാന്റെ ഗോലോകധാമം ഇത് ആർട്ടിഫിഷ്യൽ ആണ്. ഫോർ പ്ലേയിങ് ചിൽഡ്രൻസ്. എന്താ പ്ലേയിങ് ചിൽഡ്രൻ? ക്രിമിനൽ ചിൽഡ്രൻ. നമ്മളെ പോലെ ഒരു അനുസരണയില്ലാത്ത കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടാണ് ഈ ഭൂമി. വി ആർ കുക്കിംഗ് ഹിയർ. അപ്പോ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോന്നും ആർട്ടിഫിഷ്യലാണ്, കൃത്രിമമാണ്. കാരണം എന്താ? ഈ കുട്ടികൾ കളിപ്പാട്ടം അമ്മമാരോട് ചോദിച്ച് വാങ്ങിച്ചിട്ട് രാവിലെ ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ഇരിക്കുക കുട്ടികൾ, അല്ലെ? ഈ പണിക്ക് ഇരിക്കാന്നാണ്. രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മയെ വയറുമുട്ട ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കളിപ്പാട്ടം കൊണ്ടുവന്ന് മുറ്റത്തിരിക്കും. എന്നിട്ട് എല്ലാ സുഹൃത്തുക്കളെയും വിളിക്കും, അടുക്കളയുണ്ടാക്കും, അവിടെ ദോശമാവ് ഒഴിക്കും, എല്ലാവർക്കും ദോശ കൊടുക്കും. ഇങ്ങനെ കളിച്ച് ദോശയാണോ കൊടുക്കുന്നത്? പേരിന് ദോശ വെച്ച് അവർ കഴിച്ചോളൂ. അങ്ങനെ ദോശ കൊടുക്കും. ഉച്ചയാകുമ്പോ വീണ്ടും വിശക്കുമ്പോ എല്ലാം ഇട്ടിട്ട് അമ്മ എനിക്ക് വിശക്കുന്നു പറഞ്ഞിട്ട് ഓടിയും വരും. അവനവനെ കഴിക്കാൻ പറ്റില്ല. കൃത്രിമമായിട്ടുള്ള കിച്ചണാണ്. ഈ ഭൗതിക ലോകത്തിൽ എന്തുകൊണ്ട് ജീവാത്മാന് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത്? ദിസ് ഇസ് ആർട്ടിഫിഷ്യൽ കിച്ചൺ. യു കനോട്ട് എൻജോയ്. അപ്പൊ ആ കുട്ടി എന്നുവെച്ചാൽ ഉച്ചവരെ മായയിലായി ജീവിക്കുന്നു. വിശപ്പ് വന്ന ഉടനെ ഭക്തി വരുന്ന പോലെ എന്താണ്? ഉമ്മാ വിശക്കുന്നു പറയും. ദാറ്റ് ഈസ് സത്യം. അതാണ് നമ്മുടെ സത്യാവസ്ഥ തിരിച്ചറിയാം. അതുകൊണ്ടാണ് ഭൗതിക ലോകത്തിൽ എന്താ പറയാ, ഈ കളിച്ച് അവസാനം അവർക്ക് വിശപ്പ് വരുമ്പോ അമ്മേനെ വിളിക്കുന്ന പോലെ ഈ ഭൗതിക ലോകത്ത് നമ്മള് ആസ്വദിച്ച് അവസാനം നമുക്ക് മതി വരില്ല. എന്ന് വെച്ചാൽ മതി തോന്നില്ല, ഡിസാറ്റിസ്ഫാക്ഷൻ വരും. അപ്പൊ എന്ത് ചെയ്യും? ഭഗവാനെ വിളിക്കും. സോ അങ്ങനെ നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ തരലാണ് ആരുടെ ഡ്യൂട്ടി? മഹാമായയുടെ ഡ്യൂട്ടി. ഈ ഭൂമിയിൽ തൃപ്തി വരാൻ പാടില്ല. മായയുടെ ഡ്യൂട്ടി എന്താ? ഈ ഭൂമിയിൽ കൊണ്ട് എത്തിക്കുകയും ചെയ്യും, എന്നാലും പക്ഷെ ഈ മണ്ടന് അത് മനസ്സിലാവാതെ തൃപ്തി ഇല്ലെങ്കിലും തൃപ്തനെ പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നോ റിയൽ സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ എന്നാലും നമ്മള് സമ്മതിക്കുമോ നമ്മുടെ തെറ്റ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അഭിനയിക്കാൻ തുടങ്ങും. നമ്മൾ എന്തോ നേടിയ പോലെ അഭിനയിക്കുകയും ചെയ്യും.
സോ വി വിൽ നെവർ അക്സെപ്റ്റ് അവർ ഫെയിലിയർ. നമ്മുടെ പരാജയം നമ്മൾ അംഗീകരിക്കില്ല ഈ ഭൂമിയിൽ. ആരെങ്കിലും അംഗീകരിക്കുമോ? മരം മണ്ടനാണെന്ന് ആരെങ്കിലും അംഗീകരിക്കുമോ? മണ്ടൻ ഒരിക്കലും അംഗീകരിക്കില്ല, പക്ഷെ ബുദ്ധിമാൻ അംഗീകരിക്കും. അവൻ മണ്ടനാണെന്ന് അംഗീകരിക്കും. സോ ദേ ആർ ഡിവോട്ടീസ്. ഭക്തന്മാർ അംഗീകരിക്കും, ഭഗവാൻ എനിക്ക് വലിയ അബദ്ധം പറ്റി, ഞാൻ ഭഗവാനെ ഉപേക്ഷിച്ച് ഈ ഭൗതിക ലോകത്തിൽ മഹാമായയുടെ ശക്തിയും സഹായത്തോടെ വന്നു, ഭഗവാനെ മറന്ന് ജീവിച്ചു. ഇപ്പൊ എനിക്ക് ബോധ്യമായി ഇത് കൃത്രിമ ജീവിതമാണ് എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരികയാണ്. സോ യു വിൽ ചാൻറ്റ് ദ ഹോളി നെയിം. ഇതാണ് തിരിച്ചു പോക്ക്. സോ മായയുടെ ജോലി എന്താ? നമ്മളിവിടെ കൊണ്ടുവരിക, ഇവിടെ പിടിച്ച് കെട്ടിവെക്കുക, നമ്മളെ റിലീസ് ചെയ്യാതിരിക്കുക. പക്ഷെ നമുക്ക് ആഗ്രഹം അത്രമേൽ വരുമ്പോ, അതിന് വേണ്ട അർഹത നേടിയെടുക്കുമ്പോ മഹാമായ നമ്മളെ റിലീസ് ചെയ്യും. എവിടേക്ക്? ഭഗവാന്റെ ധാമത്തിലേക്ക് നമ്മളെ കൊണ്ടുവിടും. സോ മഹാമായയുടെ ഡ്യൂട്ടി രണ്ടാണ്: ഇവിടെ എത്തിക്കുക, തിരിച്ചുകൊണ്ടാക്കുക. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? കുറ്റക്കാരനെ വീട്ടിൽ പോയി പിടിക്കും, അല്ലേ? വീട്ടിൽ പോയി പിടിക്കും. അവന്റെ അച്ഛനമ്മ ഉണ്ടായിട്ടും കാര്യമില്ല. പ്രഭു പറയണത് കേൾക്കണില്ല മാതാജിമാരെ, എന്താ വർത്താനം പറയണേ? When you are in Vaikunta, he will go and arrest you in Vaikunta. മനസ്സിലായോ? നമ്മൾ വൈകുണ്ഠത്തിലാന്ന് പറഞ്ഞ കാര്യമില്ല. When you are materially thinking, മഹാമായ will come and arrest. ഭഗവാൻ നോക്കിയിരിക്കെ നമ്മൾ അറസ്റ്റ് ചെയ്യും. ആർക്കും തോന്നില്ല എന്നാ ഭഗവാൻ നമ്മളെ രക്ഷിച്ചോടെ, നോക്കിയിരിക്കല്ലേ? രക്ഷിക്കില്ല. ഭഗവാനാണ് ക്രിയേറ്റ് ചെയ്ത് മഹാമായ. പിടിച്ചോളാം, പിടിച്ചു കൊണ്ടുപോകാൻ. ചില അച്ഛനമ്മ മകനെ പിടിച്ചുകൊണ്ടാ പോലീസിൽ വിളിച്ച് പറയില്ലേ, കുറ്റക്കാരനെ ചെയ്തിട്ടുണ്ടോ? നല്ല അച്ഛനമ്മമാർ മക്കളെ എന്ത് ചെയ്യും? പോലീസിൽ ഏൽപ്പിക്കും, അത്രയും ക്രിമിനൽ ആണെങ്കിൽ. സോ ദാറ്റ് ഇസ് എ റിസൾട്ട്. ഭഗവാൻ തന്നെ മഹാമേനെ ഏൽപ്പിച്ചാണ്, ഇവനെ പിടിച്ചിട്ട് പോകും, ഇവൻ ശരിയല്ല. മെറ്റീരിയൽ മൈൻഡ്, ആർട്ടിഫിഷ്യൽ മൈൻഡ്. ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഈ ലോകത്തിൽ. ഇപ്പോ എല്ലാ പഠിപ്പും ആർട്ടിഫിഷ്യൽ ആണ്. സോ ആൾറെഡി വി ആർ ആർട്ടിഫിഷ്യൽ ആൻഡ് വി ആർ തിങ്കിങ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ എന്തായി? ഇനി ലോകം എവിടേക്ക് പോകുന്ന ഒരു ഐഡിയ ഇല്ല. സോ ആർട്ടിഫിഷ്യൽ തിങ്കിങ് ആണ് നമ്മളിപ്പോ. കൃത്രിമ തിങ്കിങ് ആണ്, ചിന്തയാണ്. കൃത്യമായിട്ട് ചിന്തിക്കുന്നു. ഭഗവാനിൽ നിന്ന് ഒളിച്ചോടാൻ, ഭഗവാനുമായിട്ട് സംബന്ധം കുറയ്ക്കാനുള്ള തിങ്കിങ് ആണ് ആർട്ടിഫിഷ്യൽ തിങ്കിങ്. അപ്പൊ കൃത്രിമ ചിന്തയിൽ കൂടെ ഇവിടെ എത്തി. ഇതിന് തിരിച്ചു പോകാനുള്ള മാർഗമാണ് ഇന്ന് പറയുന്നത്. ഇന്നത്തെ ശ്ലോകം എന്താ പറയുന്നത്? ഈ മായാൽ, അതാണ് ദ ലിബറേഷൻ ഫ്രം ഇല്യൂഷണറി എനർജി. ഈ അധ്യായത്തിന്റെ പേര്, ബുദ്ധരോട് ഭഗവാൻ പറയുന്ന അധ്യായത്തിന്റെ ഈ ഉപദേശത്തിന്റെ പേരെന്താണ്? മായാശക്തിയിൽ നിന്നുള്ള മോചനം. ഈ അധ്യായം മായാശക്തിന്റെ മോചനത്തിന് അതിനാ പറയുന്നത് ഗുരുനാഥൻ. ഗുരുനാഥനാണ് മായാശക്തിന്ന് നമ്മളെ മോചിപ്പിക്കുന്നത്. ഈവൻ ഭഗവാൻ പോലും നേരിട്ട് ഇടപെടില്ല. ആ ഡിപ്പാർട്ട്മെന്റ് ഈ വൈഷ്ണവന്മാർക്ക് കൊടുത്തിരിക്കുകയാണ് ഭഗവാൻ. ഈ എന്താ പറയാ, പഠിപ്പിക്കുക, മോചിപ്പിക്കുക. ഈ ഭക്തി ഇല്ലാത്തവരെ ഭക്തി പഠിപ്പിക്കുക, അവർക്ക് മോചനം കൊടുക്കുക. അപ്പൊ ഭക്തന്മാരാണ് നമ്മളെ മോചിപ്പിക്കുന്നത്. അതിന് എന്താണ് തുടക്കം? ജിജ്ഞാസു ശ്രേയ ഉത്തമം. നമുക്ക് ഉത്തമമായിട്ടുള്ള ചോദ്യങ്ങൾ വേണം. നമ്മുടെ ചോദ്യങ്ങൾ എന്താണ്? ഒരു ദിവസം രാവിലെ തുടങ്ങുന്നത് തന്നെ ചോദ്യത്തിലാണ്. അമ്മ എത്ര മണിയായി? ദോശ ആയോ? എനിക്ക് ദോശ വേണ്ട, ഇഡ്ഡലി വേണം. ചോദ്യമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. വെർ ഈസ് മൈ ഫുഡ്? പ്രോവർ പറയുന്നു, മനുഷ്യന്മാര് എപ്പോഴും ചോദിക്കാണ്, വെർ ഈസ് മൈ ഫുഡ്, വെർ ഈസ് മൈ മെയ്ഡ്, വെർ ഈസ് മൈ ഹൗസ്, വെർ ഈസ് മൈ മണി. ഇങ്ങനെ ഇതിന് മാത്രം ചോദിക്കാണ്. ആഹാരം, നിദ്ര, ഭയ, മൈഥുനം. ഈ 4 വിഷയങ്ങളെ കുറിച്ചുള്ള ചോദ്യം മാത്രമാണ്. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്താ? ഇതൊരു ശാശ്വത പ്രശ്നമല്ല, ശാശ്വത പരിഹാരമല്ല. ദിസ് ഇസ് നോട്ട് എ പെർമനന്റ് പ്രോബ്ലം. ഏത്? ആഹാരം, നിദ്ര, ഭയ, മൈഥുനം ഒരു ശാശ്വത പ്രശ്നമല്ല. അതുകൊണ്ട് ടെമ്പററി പ്രോബ്ലം, ടെമ്പററി സൊല്യൂഷൻ. പക്ഷെ ഭഗവാൻ ഇവിടെ പറയുന്നത് എന്താണ്? പെർമനന്റ് പ്രോബ്ലം, പെർമനന്റ് സൊല്യൂഷൻ. നമ്മളെപ്പോഴും ടെമ്പററി പ്രോബ്ലം, ടെമ്പററി സൊല്യൂഷൻ. ദിസ് ഈസ് ഫൂൾസ് നേച്ചർ. വിഡ്ഢികളുടെ സ്വഭാവമാണ് താൽക്കാലിക ശമനം ഉണ്ടാക്കുക. ഒരു ബുദ്ധിമാനാണെങ്കിൽ അവൻ നിരന്തര പ്രശ്ന പരിഹാരം ഉണ്ടാകും. വിഡ്ഢികൾ എന്ത് ചെയ്യും?
ഇന്ന് എങ്ങനെയും ഒന്ന് കഴിച്ചു കൂട്ടിയാണ് അല്ലേ? നാളത്തെ കാര്യം പ്ലാനിങ്, നാളത്തെ പ്ലാനിങ് ഇല്ല, അവൻ വിഡ്ഢിയാണ്. പക്ഷെ ശാസ്ത്രം പറയുന്നത് ശാശ്വതമായിട്ടുള്ള പ്രോബ്ലം, അശാശ്വതമായിട്ടുള്ള പരിഹാരം. അപ്പൊ ജിജ്ഞാസ ശ്രേയോത്തമം, ശ്രേയമായിട്ടുള്ള ഉത്തമം എന്താണ്? ആ ചോദ്യത്തിനെ കുറിച്ചാണ്. ഇപ്പോ ഗീതയെടുത്താലും ഭാഗവതം എടുത്താലും അത് ചോദ്യോത്തരമാണ്. അർജുനന്റെ ചോദ്യങ്ങളിൽ ഉത്തരമാണ് ഭഗവത്ഗീത. പരീക്ഷിത് മഹാരാജാവിന്റെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ശ്രീമദ് ഭാഗവതം. അപ്പോ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്, അതായത് അതൊരു നാച്ചുറൽ കമന്ററി ഓൺ കമന്ററിയാണ് ശ്രീമദ് ഭാഗവതം. നാച്ചുറൽ കമന്ററി അങ്ങനെയാണ് ഗുരുശിഷ്യ പരമ്പരയിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഭാഗവതം എന്ന് പറഞ്ഞാല് എല്ലാ വേദാന്തങ്ങളുടെയും സൂത്രം എന്ന് പറഞ്ഞ ഫോർമുല. സൂത്രം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഫോർമുലാസ് ആണ്, പക്ഷെ വലിയ സൊല്യൂഷനാണ്. ഓരോ ശ്ലോകങ്ങളും വലിയ സൊല്യൂഷനാണ്. അപ്പൊ ഗുരുവിന്റെ നിലവാരങ്ങളെ കുറിച്ച് ഇതിൽ പറയുന്നതിനേക്കാളും നമുക്കിത് മനസ്സിലാക്കേണ്ട ആദ്യത്തെ 2 വരികളാണ്. സീരിയസ് എന്നൊരു വാക്ക് ഇവിടെ പറയുന്നുണ്ട്. അതായത് ഏതൊരു വ്യക്തിയാണോ അയാളുടെ ചോദ്യങ്ങൾ സീരിയസ് ആയിരിക്കണം. സീരിയസ് ക്വസ്റ്റ്യൻസ് എന്താണ്? ആത്മാർത്ഥ ചോദ്യമായിരിക്കണം, അല്ലാതെ ആരെയും പറ്റിക്കാൻ വേണ്ടിയാവരുത്. പലപ്പോഴും ചോദിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അതിന്റെ സീരിയസ്നെസ് ഉണ്ടോ? അതായത് സീരിയസ് ആയിരിക്കണം ചോദ്യം. ചോദിക്കുന്ന ആളുടെ മനസ്സിൽ ആ സീരിയസ്നെസ് വേണം, എന്നാൽ അത് ചോദ്യത്തിൽ അത് ഡൗൺ ചെയ്യും. എന്നാൽ അതിന്റെ ഉത്തരത്തിൽ അതുണ്ടാവും, അത് അയാൾക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ സീരിയസ് ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കലല്ല. ഭാഗവതത്തിൽ 6 ചോദ്യങ്ങളെ കുറിച്ച് നമുക്ക് തന്നെ അവസാനം കാണാം. Therefore, anyone who seriously desires real happiness, ആത്മാർത്ഥമായിട്ടുള്ള ആനന്ദത്തിനെ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത് എത്ര സീരിയസ് ആയിരിക്കണം, വളരെ എന്താ പറയുക, ഗൗരവമായ ചോദ്യങ്ങളായിരിക്കണം. ആഗ്രഹം ഗൗരവമുണ്ടാവണം, അല്ലാതെ തമാശക്കാവുന്ന ചോദ്യങ്ങളൊന്നും. അതിന് ഇപ്പൊ പരീക്ഷിത് മഹാരാജാവ് ചോദിച്ച ചോദ്യം തമാശ ചോദ്യമായിരുന്നു അല്ല. 7 ദിവസം കൊണ്ട് മരിക്കാൻ പോവാണ്. അപ്പൊ സീരിയസ് ആയിരിക്കില്ല ചോദ്യം, സീരിയസ് ക്വസ്റ്റ്യൻ. അർജുൻ ബാറ്റിൽ ഫീൽഡിലാണ്, സീരിയസ് ക്വസ്റ്റ്യൻ ആണ്. ബെഡ്റൂമിൽ ഇന്നലെ ചോദിച്ച ചോദ്യം അല്ലാതെ, ഇറ്റ് ഈസ് എ ബാറ്റിൽ ഫീൽഡ് ക്വസ്റ്റ്യൻ. സോ അതുകൊണ്ട് അതൊക്കെ വളരെ സീരിയസ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പലർക്കും ആ സീരിയസ് ക്വസ്റ്റ്യൻ ഇല്ലാത്തതുകൊണ്ടാണ് ഗീതയും ഭാഗവതം പഠിക്കുമ്പോൾ ആ സീരിയസ്നെസ് നമുക്ക് വരും. വായിക്കുമ്പോൾ തന്നെ സീരിയസ് ആയി വായിക്കണം, അത് തമാശയായിട്ട് വായിക്കരുത്. ആക്ച്വലി വെരി സീരിയസ്. ഭാഗവതം ഗീതയും വായിക്കുന്നവരെയും ആ മൂഡ് സെറ്റ് ചെയ്തിട്ട് വേണം വായിക്കാൻ. സീരിയസ് മൂഡിൽ വന്നിട്ട് വേണം വായിക്കാൻ. അല്ലാണ്ട് പല മൂഡുണ്ട് നമുക്ക് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ. മൾട്ടി എന്താ പറയാ കോൺഷ്യസ്നെസ്, തമാശ അത് ഇത് പറഞ്ഞിട്ട് നോ. ഇത് വായിക്കുമ്പോൾ മൈൻഡ് ആദ്യം സെറ്റ് ചെയ്യണം. സീരിയസ് ക്വസ്റ്റ്യൻസ്, സീരിയസ് മൂഡിൽ വന്നിട്ട് വേണം ഇതൊക്കെ വായിക്കാൻ. അപ്പൊ പ്രഭുപാദ് പറയുന്നു, അങ്ങനെയുള്ള ഒരാൾ മസ്റ്റ് സീക്ക് എ ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ. അങ്ങനെയുള്ള സീരിയസ് ക്വസ്റ്റ്യൻ ഉള്ള ഒരാള് ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ എന്ന് വെച്ചാൽ ആധികാരിക ഗുരുവിനെ കണ്ടെത്തണം. വെറും ഗുരുവല്ല, ആധികാരികമായിട്ടുള്ള ഗുരു. ആരാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക? ഈ ഭൂമിയിൽ ഗുരുനാഥന്മാരെന്ന് പറഞ്ഞ പേരിൽ ഒരുപാട് ആൾക്കാർ പറ്റിക്കുന്നു പൊതുജനങ്ങളെ. അവർക്ക് വേണ്ട ഒന്നും കൊടുക്കില്ല, ഭക്തിയൊന്നും കൊടുക്കില്ല, എന്റർടൈൻമെന്റ്. ഹരേ കൃഷ്ണ. ഇപ്പോഴത്തെ ഭക്തി സംഘടനകളെല്ലാം ജനങ്ങൾക്ക് കൊടുക്കുന്ന എന്താണ്? എന്റർടൈൻമെന്റ് ആണ്. ദെയർ ഈസ് നോ സ്പിരിച്വാലിറ്റി. അവന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നേ ഇല്ല. അവൻ വീണ്ടും ജനിക്കുന്നു, ഈ ജന്മം കഴിഞ്ഞ് വീണ്ടും ജനിക്കുന്നു. അവന്റെ പ്രശ്നം ഒരിക്കലും ജന്മം മൃത്യു ജരാവ്യാധി ഒരിക്കലും തീരുന്നേ ഇല്ല. അതിനെ പരിഹരിക്കാൻ ഒരു ഗുരുനാഥനില്ല. എല്ലാവർക്കും എന്താണ്? എന്റർടൈൻമെന്റ് കൊടുക്കണം. ഭജൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൂജ, ഹോമം, അല്ലേ? 11 ദിവസത്തെ ഹോമങ്ങള്, എന്തൊക്കെയാ? സോൾ എന്റർടൈൻമെന്റ്, കർമ്മകാണ്ഡ തിങ്സ്. എല്ലാരും ചെയ്യുന്ന കർമ്മകാണ്ഡ അല്ലെങ്കിൽ ജ്ഞാനകാണ്ഡ. ദർ ഇസ് നോ ഉപാസനകാണ്ഡ. ഉപാസനകാണ്ഡ ആരും കൊടുക്കുന്നില്ല ജനങ്ങൾക്ക്. ഭക്തി
എല്ലാവരും ജ്ഞാനം കർമ്മം ജ്ഞാനം കർമ്മം അതിലേ ഒതുങ്ങാണ്. സോ ജ്ഞാനത്തിലും കുറച്ച് ആനന്ദം കിട്ടും, കർമ്മകാണ്ഡത്തില് പുണ്യം കിട്ടും. ഓക്കെ, പക്ഷെ ഇത് മാത്രമാണ് ജനങ്ങൾക്ക് കൂടുതൽ. പക്ഷേ ഉപാസന കാരണം വെച്ചാൽ ഭക്തി ഉപാസിക്കുന്ന ഭക്തന്മാര് ഭക്തി ഉപാസന ആരും കൊടുക്കുന്നില്ല. അത് പ്രഭുപാദ് മാത്രമേ കൊടുത്ത് ഞാൻ കണ്ടിട്ടുള്ളൂ. ദിസ് ഗൗഡീയ വൈഷ്ണവ പരമ്പര. അവിടെ ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ എന്ന് വെച്ചാൽ ആധികാരികമായിട്ടുള്ള ഗുരു എന്താണ് പറയുക, ഒന്നും സംസാരിക്കില്ല. അവർ വാ തുറന്നാൽ കൃഷ്ണനും നമ്മളും നമ്മളെ ബന്ധത്തിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. പ്രഭുപാദിന്റെ ലെക്ചർ നിങ്ങൾ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ കൃഷ്ണൻ അല്ലാത്ത ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? Anybody here? That is the only subject matter. ആ ഒരു വിഷയമേ സംസാര വിഷയം ആവാൻ പാടുള്ളൂ. There is no second topic. പ്രഭുപാദ് സംസാരിച്ച he will talk about you and കൃഷ്ണ, അല്ലെ? നമ്മളെയും കുറിച്ച് കൃഷ്ണനെ കുറിച്ച് മാത്രം ആ ബന്ധം. ജീവാത്മ ഭഗവാൻ ഈ രണ്ട് വിഷയം, മൂന്നാമത് വിഷയം തമ്മിലുള്ള ബന്ധം. ഇതാണ് സബ്ജക്ട് മാറ്റർ. ദിസ് ഇസ് ഓൺലി 3 സബ്ജക്ട് മാറ്റർ. ജീവ, ഈശ്വര, അത് സംബന്ധ, അഭിധേയ, പ്രയോജനം. ഈ 3 കാര്യങ്ങളെ കുറിച്ച് മാത്രമേ സംസാരിക്കൂ ഒരു ആചാര്യൻ. ഇതല്ലാതെ സംസാരിച്ചാൽ എന്റർടൈൻമെന്റ് ആണ്. അണ്ടർസ്റ്റാൻഡ്? വാട്ട് ഈസ് എന്റർടൈൻമെന്റ്? അപ്പാർട്ട് ഫ്രം these three സബ്ജക്ട് മാറ്റേഴ്സ്, സംബന്ധ, അഭിധേയ, പ്രയോജന, ഈ 3 അല്ലാതെ എന്ത് സംസാരിച്ചാലെല്ലാം എന്റർടൈൻമെന്റ് ആണ്, മെറ്റീരിയൽ സബ്ജക്റ്റ് ആണ്. ഈ 3 കാര്യങ്ങൾ മാത്രമേ ഒരു ആചാര്യൻ സംസാരിക്കാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് വാട്ട് പ്രഭുപാദ് സേസ്. പ്രഭുപാദ് എപ്പോഴും പറയും കൃഷ്ണ സേസ് യു ലൈക്ക് യുവർ റിലേഷൻ. ഈ 3 കാര്യം മാത്രമേ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ പ്രഭുപാദ് ലൈക്സ്. ഹി വിൽ കോൾ യു ഫുഡ്. ഈ വാക്കും കേട്ടിട്ടുണ്ട്. See, very typical lectures. Prabhupada എവിടെയും beat around the bush ഉണ്ടല്ലോ, വളഞ്ഞ് സംസാരിക്കുന്ന പരിപാടിയില്ല. He will come to the point. ലെക്ചർ തുടങ്ങുമ്പോഴേ പോയിന്റിലേ തുടങ്ങുള്ളൂ. അല്ലാണ്ട് നമ്മളെ പോലെ കുറെ കഥ പറഞ്ഞ് വളച്ചൊടിച്ച് സുഖിപ്പിച്ച് സംസാരിക്കുന്ന പരിപാടിയേ ഇല്ല. ബിക്കോസ് ഇറ്റ്സ് എ എമർജൻസി. പ്രഭുപാദ് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ എമർജൻസി. ഇവിടെ തമാശ പറയാനുള്ള സമയമൊന്നുമില്ല. ഇറ്റ്സ് എ വെരി എമർജൻസി ടൈം. കലികാലത്തില് അല്പായുസു, ഡോൺ വേസ്റ്റ് ടൈം. നമ്മൾക്ക് ഒരുപാട് 10 ലക്ഷം വർഷം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ കുറച്ച് കളിച്ച് നടക്കാം, പിന്നെ കുറച്ച് ജപിക്കാം ഒക്കെ ചെയ്യായിരുന്നു. ഇല്ല, there is no time. 100 years ഫട്ടാഫട്ട് ഫിനിഷ്. എമർജൻസി ലാൻഡിങ്, എമർജൻസി ലൈഫ്, എമർജൻസി ടേക്ക് ഓഫ്, എല്ലാം എമർജൻസിയാണ്. എവിടെയാ സമയമുണ്ട് നമുക്ക് ഡീറ്റെയിൽ ഡിസ്കഷൻ പോവാൻ? ഓൺലി 3 സബ്ജക്ട് മാറ്റർ. ഹു ആർ യു, ഹു ഈസ് ഗോഡ്, വാട്ട്സ് ദ റിലേഷൻഷിപ്പ്. ഈ 3 കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചാലേ സമയമില്ല. ഈ 3 കാര്യങ്ങൾ സംസാരിച്ച് എഫക്റ്റീവ് ഒരു ഡിസിഷൻ എടുത്ത് അതിനെ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമില്ല. ദെൻ പിന്നെ എന്തിനാ ഇരുന്ന് സംസാരിക്കേണ്ട കാര്യം? സോ പ്രഭുപാദ് പറഞ്ഞു സംബന്ധ, വാട്ട് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ യു, അഭിധേയ, വാട്ട് ഇസ് യുവർ പ്രാക്ടീസ് ആക്ടിവിറ്റീസ്, പ്രയോജനം, ഗോ അവേ. പ്രയോജനം എന്താണ്? മുക്തി, ഗോ അവേ. ഈ 3 കാര്യങ്ങളെ കുറിച്ച് മാത്രം പ്രഭാഷണം. സോ സീരിയസ് ഡിസയർ, ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ, ഈ 2 കാര്യമാണ് ഇന്നത്തെ സബ്ജക്ട് മാറ്റർ. നമ്മളെല്ലാം സീരിയസ് ഡിസയർ ഉള്ള ആൾക്കാരായിരിക്കണം. നമുക്ക് സീരിയസ്നെസ് ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല. വീട്ടിൽ പോയാൽ ഇപ്പോൾ ഉള്ള സീരിയസ്നെസ് പോലും ഉണ്ടാവില്ല. നമ്മുടെ വഴിക്ക് നമ്മൾ തിരിയും. കാരണം എന്താ? ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. നമ്മളെല്ലാം അതിനെ ലാഘവത്തിലെടുക്കുകയാണ്. ആസോ വി ഹാവ് ലാക്സ് ഓഫ് ഇയേഴ്സ്, നമുക്കിനി കുറെ കോടാനുകോടി വർഷം ജീവിക്കാനുള്ള പോലെയാണ് നമ്മൾ ലാഘവത്തോടെയാണ് സംസാരിക്കുന്നത്. സോ സീരിയസ്നെസ് ഇല്ല, ഭക്തിയില് സീരിയസ്നെസ് ഇല്ല. ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. അത് വലിയ പ്രശ്നമാണ്. ആണോ അല്ലയോ? ആ പ്രശ്നമല്ല. സീരിയസ്നെസ് ഇല്ലായ്മ ഇരിക്കുക, ഭക്തിയില് സീരിയസ് അല്ല, അത് പ്രശ്നമാണോ അല്ലയോ? ബിഗസ്റ്റ് പ്രോബ്ലം. പിന്നെ നമുക്ക് ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്ററെ കിട്ടാതിരിക്കും പ്രശ്നമാണ്. ഈ ഭൂമിയിൽ അങ്ങനെ ആരും കിട്ടാറില്ല. പക്ഷെ ഫോർച്ചുനേറ്റ്ലി നമ്മൾ സീരിയസ് അല്ലെങ്കിൽ നമുക്ക് ബോണഫൈഡ് ഗുരുവിനെ കിട്ടി, അല്ലേ? പ്രഭുപാദ് ബോണഫൈഡ് ഗുരു. സോ ഒന്നില്ല, 2ാമത് കിട്ടി. ഇനി 1ാമത് ഉണ്ടാക്കണം. ഇനി അറ്റ്ലീസ്റ്റ് എങ്ങനെയും 1ാമത് ഉണ്ടാക്കണ്ടേ? ബിക്കോസ് ഹി ഗോട്ട് എ ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ.
ഓക്കെ, അങ്ങനെ സ്പിരിച്വൽ മാസ്റ്റർ നമുക്ക് കിട്ടി. ഇവിടെ പ്രഭുപാദ് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ലെങ്തി പർപ്പറ്റ്. സാപ്തേ എന്ന് പറഞ്ഞാൽ വേദിക് ലിറ്ററേച്ചേഴ്സ്, നിസ്നാഥം എന്ന് പറഞ്ഞാൽ ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ, ഉപസമാശ്രയം എന്ന് പറഞ്ഞാൽ ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ വിൽ നെവർ ഹാവ് എനി മെറ്റീരിയൽ അഫയേഴ്സ്. ഒരു ഗുരുനാഥന് ആത്മീയ ജീവിതം അല്ലാതെ ഭൗതിക ജീവിതം ഇല്ല. ഓൺ ഐഡന്റിഫൈ ഹിംസെൽഫ് വിത്ത് ദ മെറ്റീരിയൽ ബോഡി. അതായത് ഗുരുവിന്റെ ഡ്യൂട്ടി എന്താണ്? ശിഷ്യൻ ശരീരത്തിനെ എന്താ പറയാ, താനൊരു ശരീരമാണെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അയാളെ മാറ്റുക, അല്ലെ? എന്നാൽ ശാരീരിക ബോധത്തിൽ നിന്ന് അയാളെ രക്ഷിക്കുക. യു ആർ നോട്ട് ദിസ് ബോഡി, സ്പിരിറ്റ് സോൾ എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുക. അതിന് എത്ര ജന്മം പിടിക്കും നമുക്ക്? എനി കാൽക്കുലേഷൻ? നമുക്ക് നമ്മൾ ശരീരമല്ല ആത്മാവാണെന്ന് ചിന്തിക്കാം എത്ര ജന്മം വേണം? ഡിപ്പെൻസ് ഓൺ യു. അത് നമ്മളെ ഓരോരുത്തരെയും ആശ്രയിച്ച് എത്ര ജന്മമെന്ന് നമ്മൾ തീരുമാനിക്കാം. ഈ ജന്മത്തിൽ അത് മാറ്റാൻ പറ്റുമോ? ഐ എം നോട്ട് ദിസ് ബോഡി എന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഡിപ്പെൻസ് ഓൺ യു. പിന്നെ ടൈം കാൽക്കുലേഷൻ ഇല്ല. ഇറ്റ് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ഇത് വ്യക്തികൾ ബന്ധമാണ്. ഒരാള് 100 ജന്മം കൊണ്ട് അത് മനസ്സിലാക്കുക, ഒരാൾ ഈ ജന്മത്തിൽ മനസ്സിലാക്കും. ഡിപ്പെൻസ് ഓൺ ദ സീരിയസ്നെസ്. മനസ്സിലായോ? അവിടെയാണ് ഈ സീരിയസ്നെസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫ് എത്ര ജന്മം കൊണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും? എത്ര ജന്മം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും? അത് ഡിപ്പെൻസ് ഓൺ യുവർ സീരിയസ്നെസ്. നമുക്ക് സീരിയസ്നെസ് കുറയും തോറും നമ്പർ ഓഫ് ജന്മ വിൽ ഇൻക്രീസ്, അല്ലേ? കൂടി വരും. സീരിയസ്നെസ് കൂടും തോറും നമ്പർ ഓഫ് ജന്മാസ് വിൽ ലെസ്, കുറയും. അത്രയോ. യു കനോട്ട് ഡിഫൈൻ ഇത്ര ജന്മം ഒരു മനുഷ്യന് മതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഹിം. ഓക്കെ, അതുകൊണ്ട് സീരിയസ്നെസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഗൗരവമായിരിക്കണം ഭക്തി. ഗൗരവതരം. ഭക്തി എന്ന് പറഞ്ഞാൽ വളരെ ഫസ്റ്റ് ഗൗരവമായിരിക്കണം. വേറെ എല്ലാത്തിനേക്കാളും ടോപ്പ് പ്രിയോറിറ്റി ആയിരിക്കണം. സോ വൺ ഐഡന്റിഫൈ ഹിംസെൽഫ് വിത്ത് ദ ബോഡി. ശരീരമായിട്ട് തിരിച്ചറിയുകയാണ്. നമുക്ക് ഐഡന്റിറ്റി കാർഡില്, അല്ലേ? സോ നിങ്ങളെ തിരിച്ചറിയുന്ന ശരീരമായിട്ടാണോ ആത്മാവായിട്ടാണോ? ദിസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡു യു ഐഡന്റിഫൈ യുവർ സെൽഫ്? നിങ്ങൾ തിരിച്ചറിയുന്നത് ശരീരമായിട്ടാണോ ആത്മാവായിട്ടാണോ? ഇപ്പൊ ശരീരമായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ മുട്ടയടിക്കുന്നത്, അതുകൊണ്ടാണ് മീശ വളർത്തുന്നത്, എന്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ ശരീരമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി, ഇറ്റ്സ് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. അതായത് ആള് ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണെന്ന് മനസ്സുറപ്പിച്ചു കഴിഞ്ഞാൽ ഹിസ് ആക്ടിവിറ്റീസ് വിൽ ബി ഡിഫറെന്റ്. ആള് വ്യത്യാസമായിരിക്കും ആള് പ്രവൃത്തികൾ. കാരണം ശരീരത്തിനെ കണ്ടിട്ടല്ല അവള് സംസാരിക്കുന്നത്. പ്രഭാർ പറയുന്നു, മെറ്റീരിയൽ ഹാപ്പിനെസ് ഈസ് ദ ആക്ച്വൽ what is called material happiness is actually another type of punishment. അതായത് ഭൗതിക സുഖം ഒരു പനിഷ്മെന്റ് ആണെന്ന് എത്ര പേർക്ക് അറിയാം? ഒരാൾക്കറിയില്ല. അത്തരം ബുദ്ധി നമുക്ക് ഇല്ലാന്ന് ചുരുക്കം. ഭൗതിക സുഖം ഒരു പനിഷ്മെന്റ് ആണ് ജീവാത്മാവിന്. ഇറ്റ് ഈസ് നോട്ട് എ ഗിഫ്റ്റ് ഓർ ഇറ്റ് ഈസ് ഒരു ബ്ലെസ്സിങ്സ്, അങ്ങനെയൊന്നുമില്ല. ആരെല്ലാം ഭൗതിക സുഖത്തിന് വേണ്ടി ഗുരുനാഥനെയോ ദൈവങ്ങളെയോ ആശ്രയിക്കുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈസ് പ്രേയിങ് ഫോർ പനിഷ്മെന്റ്, അല്ലെ? ശിക്ഷയ്ക്ക് അയാള് യാചിക്കുകയാണ്, പ്രേ ചെയ്യാണ്, പ്രാർത്ഥിക്കുകയാണ്. ആക്ച്വലി മെറ്റീരിയൽ ഹാപ്പിനെസ് ആർ പനിഷ്മെന്റ് ടു ദ ജീവ. ഹെവി, അല്ലെ? ഇത് വളരെ ഹെവി വേർഡ്സ് ആണ്. ഇത് നമുക്ക് മനസ്സിലാവേ ഇല്ല. നമ്മൾ വിചാരിക്കുന്ന സുഖമായിരിക്കും ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. അല്ല, ഇറ്റ്സ് എ പനിഷ്മെന്റ്. ബിക്കോസ് യു വിൽ കണ്ടിന്യൂ ദിസ് എൻജോയ്മെന്റ്. എന്തുകൊണ്ടത് പനിഷ്മെന്റ് വെച്ചാൽ യു വിൽ ഫർഗറ്റ് കൃഷ്ണ. ഈ എൻജോയ്മെന്റ് കൂടുതൽ കിട്ടുന്ന നമ്മൾ ആരെ മറക്കും? കൃഷ്ണനെ മറക്കും. അത് പനിഷ്മെന്റ് ആണ് ഒരു ഭക്തനെ കുറിച്ചോളം. ഈസ് ഇറ്റ് നോട്ട് പനിഷ്മെന്റ്? അത്ര ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കുമോ? പാലക്കാട് ഒരിക്കലും ആ ബുദ്ധി വന്നിട്ടില്ല. ഇറ്റ്സ് എ പനിഷ്മെന്റ്. എൻജോയ്മെന്റ്സ് ആർ പനിഷ്മെന്റ് ബിക്കോസ് യുവർ ലൈഫ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ് വിൽ ഗെറ്റ് പ്രൊലോങ്. യു ആർ കീപ്പിംഗ് യുവർ റിലേഷൻ, അല്ലേ? നമുക്ക് ഭഗവാനെ
മറക്കാനുള്ള ചാൻസ് ആണ് എൻജോയ്മെന്റ്സ്. ഭൗതിക സുഖങ്ങളെല്ലാം ഭഗവാനെ നമുക്ക് മറവി തരും. സോ ഫോർ എ റിയൽ ഡിവോട്ടി ദാറ്റ് ഈസ് എ പനിഷ്മെന്റ്. ഒരു ഭക്തന് അത് ശിക്ഷയാണ്. പക്ഷെ നമുക്കത് ശിക്ഷയല്ല, ബ്ലെസ്സിങ്സ് ആണ് ചെയ്യുക. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് വീട് കിട്ടി, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കുട്ടികൾ കല്യാണം കഴിഞ്ഞു, എനിക്ക് കോടികൾ ഉണ്ടായി. ആക്ച്വലി യു ഫൂൾ റാസ്കൽ, യു ഡോണ്ട് നോ യു ആർ പനിഷ്ഡ്. You are being punished by Maya in the name of facility and money. Because your relations cut off. ഭഗവാനായിട്ട് ബന്ധം കട്ടായി. Because you are connected to these facilities and money. ഈ ഭൗതിക സുഖത്തിനോട് കണക്ട് ആയി ഭഗവാനെ മറന്നു. Actually, that is the biggest punishment for the Jivatma. Forgetting God. What is the biggest punishment? Forgetting God, Krishna. ഭഗവാനെ മറക്കലാണ് punishment. Because that is unnatural way. അത് കൃത്രിമ ജീവിതമാണ്. Forgetting Krishna is a punishment. പ്രഭുപാദ് പറയുന്നു ഇറ്റ്സ് എ പനിഷ്മെന്റ്. ജീവാത്മാവിന് കിട്ടുന്ന ഏറ്റവും വലിയ പനിഷ്മെന്റ് എന്താ? Forgetting Krishna, forgetting the relation. കാരണം ആനന്ദം അപ്പോഴേ പോയി. പിന്നെ കിട്ടുന്ന അല്പ സമാധാന സുഖം മാത്രം അല്ലേ? സി സുഖം, സമാധാനം, ആനന്ദം, ഈ മൂന്നില് ആനന്ദമാണ് നമ്മുടെ നാച്ചുറൽ ജീവാത്മാവിന്റെ ഒറിജിനൽ ഹാപ്പിനെസ്. എന്താണ്? ആനന്ദമാണ്. അത് നഷ്ടപ്പെട്ടു. ഭഗവാനെ ഡിസ്കണക്ട് ചെയ്തോടെ നഷ്ടപ്പെട്ടു. പിന്നെ കിട്ടുന്ന അല്പസുഖം. അപ്പോ ഒരു വലിയ കോടീശ്വരന്റെ മകൻ അയാൾ പോയിട്ട് ഒരു തട്ടുകടയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അയാൾ വിചാരിക്കാണ് ബെസ്റ്റ് ആണ്. അയാൾ വിചാരിക്കാണ് ബെസ്റ്റ്. പക്ഷെ അയാൾ എത്ര വലിയ നഷ്ടപ്പെട്ടിട്ടാണ് തട്ടുകടയിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ അനിൽ അംബാനി, മുകേഷ് അംബാനി അവർക്ക് തട്ടുകടയിൽ കഴിക്കുന്ന ആൾക്കാരാണ്. കാരണം എന്താ? Even though they are the richest people, they are punished by Maya because they have money, which makes you forget Krishna. സ്പിരിച്വൽ വിഷൻ ഉള്ളവർക്ക് മനസ്സിലാവും, ആത്മീക ചിന്തയുള്ളവർക്ക് ഇത് മനസ്സിലാവും. അല്ലാത്തവർക്ക് മനസ്സിലാവും. അവര് പറയും ഈ മുരളിപുറവൻ ഭ്രാന്താണ്. Actually, that is a punishment because it's taking you away from Krishna. കൃഷ്ണനെ മറന്നിട്ട് ജീവിക്കാൻ ഒരു സംവിധാനം ഇത് ഉണ്ടാക്കി തരികയാണ് അല്ലെ? മെറ്റീരിയൽ ഫെസിലിറ്റീസ്. സോ ഇതിൽ എന്താ പ്രഭുപാദ് പറയുന്നത്? ഇറ്റ്സ് എ പനിഷ്മെന്റ്. ആക്ച്വലി എ പനിഷ്മെന്റ്. ഇനി മനസ്സിലാവാത്തവരെ എനിക്കൊന്നും ചെയ്യാൻ പറ്റും. ദ ആക്ച്വൽ റിവാർഡ് ഈസ് an eternal life and bliss. ഇത് പനിഷ്മെന്റ് ആണ്. ഏത്? ഈ മെറ്റീരിയൽ ഹാപ്പിനെസ്. പിന്നെ അടുത്ത് പറയുന്നു ആക്ച്വൽ റിവാർഡ്. ഒരു ജീവാത്മാവിന് ശരിക്കും കിട്ടേണ്ട ഒരു പുരസ്കാരം, റിവാർഡ് എന്താണ്? ബ്ലിസ് ആൻഡ് നോളജ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഭഗവാന്റെ ധാമത്തിനെ കുറിച്ചുള്ള അറിവാണ് ഇതിനെല്ലാം പരിഹാരം. എന്താണ്? റിവാർഡ്. ജീവാത്മാവിന് കിട്ടുന്ന ഒരു ബ്ലിസ്. ഇവിടെ വിട്ടുപോയ ബ്ലിസ് ഉണ്ടല്ലോ, ആനന്ദം, അത് എവിടെ കിട്ടുക? ഭഗവാന്റെ കണക്ഷനിൽ കൂടെ ഭഗവാന്റെ ധാമത്തിനെ കുറിച്ച് മനസ്സിലാവുമ്പോൾ ജീവാത്മാവിന് അത് തിരിച്ചു കിട്ടും. സോ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വൈകുണ്ഠ. ഭഗവാൻ താമസിക്കുന്നത് ഗോലോകധാമവും വൈകുണ്ഠം. There is no punishment. പ്രഭുപാദ് പറയുന്നു ഇവിടെ there is no punishment. അവിടെ ഈ ശിക്ഷയൊന്നുമില്ല. What is the greatest punishment? Forgetting God. അതില്ല അവിടെ. Because you live with him. Thinking. ഭഗവാനെ കണ്ടും ചിന്തിച്ചും 100% you can enjoy the presence of God. So that is not a punishment. That is ever increasing pleasure. അവിടെ എന്താണ്? അവിടെ അനുദിനം നമ്മുടെ ആനന്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, കുറയില്ല. ആനന്ദം ബുദ്ധിവർദ്ധനം പ്രതിപദം പൂർണ്ണ അമൃത സ്വാദനം. അവിടെ എന്താണ്? വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ആനന്ദം, കുറയില്ല. എവറി മൊമെന്റ് there is an increase in ആനന്ദ. അശ്രദ്ധാന പുരുഷ ധർമ്മസ്യാശ പരന്തപ പ്രാപ്യ മാം നിവർത്തന്തേ മൃത്യു സംസാര വർത്തനി. ഗീത 9.3. ഭഗവാൻ പറയുന്നു എല്ലാ ജീവാത്മാക്കളും ഭഗവാനെ മറന്നതുകൊണ്ട് മാത്രമാണ് അപ്രാപ്യമാം നിവർത്തന്റെ. അപ്രാപ്യം പറഞ്ഞ ഭഗവാനെ പ്രാപിക്കാതെ മൃത്യു സംസാര വർത്തനി. ഈ ഭൂമിയുടെ പേരെന്താ? മൃത്യു സംസാരം അല്ലെ? ഈ ഭൂമിയുടെ പേര് മൃത്യു സംസാരം.
ഈ മൃത്യു സംസാരത്തിൽ വന്ന് ജനിക്കുന്നു. എന്തുകൊണ്ടാ ജനിക്കുന്നത്? അശ്രദ്ധതാണ് ആ പുരുഷൻ. ദേ ഹാവ് നോ ഫെയ്ത്ത് ഇൻ കൃഷ്ണ. ഭഗവാനോട് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്ന് ജനിക്കുന്നത്. ഇഫ് യു ആർ നോട്ട് ഫെയ്ത്ത്ഫുൾ ടു കൃഷ്ണ, ദർ ഇസ് നോ ഡ്യൂട്ടി ഇൻ വൈകുണ്ഠ. നമുക്കൊരു ഡ്യൂട്ടി ഇല്ല. വി ആർ ത്രോൺ ഇമ്മീഡിയറ്റ്ലി. അവിടുന്ന് പെട്ടെന്ന് നമ്മളെ വലിച്ചെറിയും. അല്ലെ, നമ്മളൊരു കമ്പനിയിൽ ജോലി മര്യാദയ്ക്ക് ചെയ്യില്ലെങ്കിൽ കമ്പനി വലിച്ചെറിയുമല്ലോ. വെറുതെ ശമ്പളം തരും. പണിയെടുക്കണം. വൈകുണ്ഠത്തിന് പണിയെടുക്കണം. അവിടെ സ്മരണയോട് ജീവിക്കണം ഭഗവാന്റെ. അവിടെ സ്മരണയില്ലാതെ ജീവിച്ചാൽ അപ്പൊ തന്നെ ഡിസ്മിസ് ചെയ്യും. മായാശക്തി വന്ന് ഡിസ്മിസ് നോട്ടീസ് കൊടുക്കും. യു ആർ ഡിസ്മിസ്ഡ്. അല്ലെ, ചില കമ്പനിയിൽ മാനേജർമാർ ഉഴപ്പിയ അവർക്ക് ഡിസ്മിസ് ചെയ്യും, വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും. സോ ഭഗവാന്റെ ഈ ലോകം എങ്ങനെയാ? ശ്രദ്ധയില്ലാത്തവർക്ക്, ശ്രദ്ധ മീൻസ് വിശ്വാസം, ഫെയ്ത്ത് ഇൻ കൃഷ്ണ. ഭഗവാനോട് വിശ്വാസം പറഞ്ഞാൽ ഭക്തി. ഫെയ്ത്ത് ഇസ് ഡിവോഷൻ. ആ ഡിവോഷൻ ഇല്ലാത്തവർക്ക് ധർമ്മസ്യാശ പരന്തപ അപ്രാപ്യമാം നിവർത്തന്റെ മൃത്യു സംസാരം. സോ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞല്ലോ, കുട്ടികൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് അമ്മ തരുന്ന ഭക്ഷണം കൂടെ കഴിച്ചിട്ട് പിന്നെയാണ് കുക്കിംഗ് തുടങ്ങുക, അല്ലെ? എന്നിട്ട് കളിച്ച് ഉച്ചവരെ ഒരു വിശപ്പുണ്ടാവില്ല. സോ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ, റിയൽ ക്വസ്റ്റ്യൻ. അതുവരെ അവരെന്ത് ചെയ്യും? അവരിങ്ങനെ കളിച്ച് നടക്കും. ഈ ഞാനാണ് ദോശ ഉണ്ടാക്കി അപ്പം ഉണ്ടാക്കി നിങ്ങൾ എന്ന് വെച്ചാൽ ഹി ബിക്കം മാസ്റ്റർ ആണല്ലോ. ഈ കുട്ടിയുടെ മനസ്സിൽ എന്തായി? ഉച്ച വിശക്കുന്നവരെ മാസ്റ്ററാണ്. ഞാൻ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും, ഞാൻ കിച്ചൺ അങ്ങനെ ചെയ്യും, ഇങ്ങനെ കളിക്കുകയാണ്. സോ ആക്ച്വൽ പ്രോബ്ലം ആ കുട്ടിക്ക് മനസ്സിലാവുന്നവരെ ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ആക്ച്വൽ പ്രോബ്ലം മനസ്സിലായിട്ടില്ല. വാട്ട് ഈസ് ദ പ്രോബ്ലം ഇൻ ദ ലൈഫ്? നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഹാരം ഇത്ര പായ്മയത്തെന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സീരിയസ് ആയിട്ട് ഒരു അപ്പൊ ഈ വിശപ്പ് വന്ന ഒരു കുട്ടി എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഭക്ഷണം കിട്ടും. അത് തിരിച്ചറിയാൻ പറ്റാതെ എനിക്ക് വയറ് വേദനിക്കുന്നു പറഞ്ഞാൽ എവിടെ കൊണ്ടുപോകും? ഭക്ഷണം കിട്ടില്ല, ഡോക്ടർ കൊണ്ട് ഇഞ്ചക്ഷൻ കിട്ടും, അല്ലേ? അപ്പോ തിരിച്ചറിവ് ഇവിടെ നഷ്ടപ്പെട്ടു. നമുക്ക് ആക്ച്വൽ പ്രോബ്ലം വിശപ്പാണോ വയറുവേദനാണോ? എന്താണ് ആക്ച്വൽ പ്രോബ്ലം എന്ന് അറിയില്ല. റിയൽ ഹങ്കർ മീൻസ് സ്പിരിച്വൽ തേഴ്സ്റ്റ്. ആത്മീക ചോദ്യമേ ഇല്ല ഇവിടെ. എന്ന് വെച്ചാൽ റിയൽ ക്വസ്റ്റ്യൻ ഇല്ല. ഹുവാമൈ, ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, എന്റെ പ്രോബ്ലം എന്താണ്, എനിക്കിന്ന് സൊല്യൂഷൻ, ഇതൊന്നും ചോദ്യമില്ല. അപ്പോ ഈ കുട്ടിക്ക് വിശപ്പാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ നമുക്ക് വിശപ്പാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ വയറ് വേദനിക്കുമെന്നാ പറയുന്നത്. നമ്മുടെ പ്രശ്നങ്ങളെ മിസ് ഐഡന്റിഫിക്കേഷൻ, നമ്മുടെ ശരിക്കുള്ള പ്രോബ്ലത്തിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ വിശപ്പ് എന്ന് പറഞ്ഞാൽ ഉടനെ ഭക്ഷണം കിട്ടും, അമ്മ തരും, ഇവന് വിശപ്പാണ്. ഭഗവാൻ അറിയാം നമുക്ക് എന്താ വേണ്ടത്. നമ്മൾ ചോദിക്കുന്നില്ല. ഭഗവാൻ നമ്മൾ ചോദിക്കുന്നില്ല എനിക്ക് വിശപ്പാണ്. നമ്മൾ എന്ത് പറയുന്നു? പ്രിട്ടൻഷൻ, വയറുവേദനിക്കുന്നു. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? റോങ് മെഡിസിൻ തരും. സോ ഹി കനോട്ട് ഹെൽപ് യു. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഇന്റലക്ച്വൽ ആയിട്ട് മാറാതെ യു കനോട്ട് ആസ്ക് എ റിയൽ ക്വസ്റ്റ്യൻ. നമുക്ക് ബുദ്ധി വരാതെ നമുക്ക് നല്ല ചോദ്യം ചോദിക്കാൻ സാധിക്കില്ല. ബുദ്ധി വരണമെങ്കിൽ എവിടെ പോകണം? സത്സംഗത്തിൽ പോകണം. സത്സംഗത്തിൽ പോയിട്ട് ഇരുന്ന് ഉറങ്ങാനും പാടില്ല. യു ഹാവ് ടു ബി വെരി അലർട്ട്. യു ഹാവ് ടു ബി വെരി അലർട്ട്. ഇവിടെ വന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. ദേ ആർ നോട്ട് സീരിയസ്. ദേ ആർ നോട്ട് സീരിയസ്. അതുകൊണ്ട് ഉറക്കം വരും. സീരിയസ് ആണെങ്കിൽ ഉറക്കം വരും. സി, ഇറ്റ്സ് എ മാറ്റർ ഓഫ് സീരിയസ്നെസ്. ഇവിടെ ആർക്കും സീരിയസ്നെസ് ഇല്ലെങ്കിൽ, സീരിയസ്നെസ് ഇല്ലാത്തവരൊന്നും ഉറങ്ങി പോകും. അതുകൊണ്ട് അവർക്ക് ക്ലാസ് എന്താണെന്ന് മനസ്സിലാവില്ല, അതിൽ എന്താ ചോദ്യം എന്ന് മനസ്സിലാവില്ല. അവർ പ്രസാദം കഴിച്ച് വീട്ടിൽ പോകും. സി, വാട്ട് ഈസ് എ ഗെയിൻ? സത്സംഗത്തിൽ എന്തിനു വന്നു? ഇതേ ചോറ് നിങ്ങൾക്ക് വീട്ടിലും കിട്ടും. ആക്ച്വലി ദർ ഈസ് നോ സീരിയസ്നെസ്. ഗൗരവമില്ല. സത്സംഗത്തിൽ വന്നാൽ ഒരു ഗൗരവമാണ്. ഇതിൽ എന്താ എനിക്ക് ഈ ഗീതയിൽ എനിക്ക് എന്താ കിട്ടാൻ പോണത്? വാട്ട് ഈസ് ഐ എം ഗോയിങ് ടു ഗെയിൻ? എനിക്ക് എന്താ കിട്ടാൻ പോണത് വരണം. സത്സംഗത്തിക്ക് വരുമ്പോ എന്ത് വിചാരിച്ചു വരണം? എനിക്കിന്ന് എന്ത് കിട്ടണം? ഭക്തിയിൽ എന്ത് കിട്ടും എനിക്ക്? ഭാഗവത്തിന് എന്ത് പോയിന്റ് എനിക്ക് കിട്ടും? ഇത് ആ ഒരു ആഗ്രഹത്തിൽ വേണം
സത്സംഗത്തിൽ വരാം. സോ ഇവിടെ കുട്ടികള് അവസാനം അതാണ് ക്രൈയിങ് ഫോർ ഫുഡ് അല്ലെ. ആ കുട്ടികൾ അവസാനം ഉച്ചഭക്ഷണത്തിന് വേണ്ടി കരയും. കാരണം ഇത്ര നേരം അവർ ഭക്ഷണം കഴിച്ചു ഉണ്ടാക്കി നിറയെ പേര് കൊടുത്തു, പക്ഷെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് നാച്ചുറൽ, ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ. ഇപ്പൊ നമുക്കും ആഹാര നിദ്ര ഭയമൈത്തനം പറഞ്ഞ് നമുക്ക് കളിക്കാം. പക്ഷെ റിയൽ പ്രോബ്ലം വരുമ്പോ ജന്മമൃത്യു ജരാവ്യാധിന്റെ പ്രശ്നം നമുക്ക് മനസ്സിൽ തോന്നിയേ പറ്റൂ. ആ ചോദ്യം ചോദിക്കണം, എനിക്ക് എവിടെ ഇതിന് ഉത്തരം? എവിടെ ഭക്ഷണം? ആൻസർ എവിടെ? ഭക്ഷണം മീൻസ് വെർ ഈസ് ആൻസർ? എനിക്ക് പരിഹാരം. ഈ ചോദ്യത്തിന് ആഹാര നിദ്ര ഭയമൈത്തനം എന്റെ സെക്കൻഡറി ക്വസ്റ്റൻ ആണ്. ജന്മമൃത്യു ജരാവ്യാധിന്റെ ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്. ഇതിനെന്താ പരിഹാരം എന്ന് ആരും ചോദിക്കില്ല. സോ അങ്ങനെ ചോദിക്കണം എന്നാ പറയുന്നത്. സോ ദാറ്റ്സ് വൈ സീരിയസ്നെസ് ഉള്ള ആൾക്കാര് ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? ജന്മമൃത്യു ജരാവ്യാധി റിലേറ്റഡ് ക്വസ്റ്റൻ ആയിരിക്കും. സത്സംഗത്തിൽ ചോദിക്കുന്ന ചോദ്യമെല്ലാം ഈ 4 വിഷയങ്ങൾ ആസ്പദമായിരിക്കും. ജനനം, മരണ, വാർദ്ധക്യ, രോഗത്തിനെ കുറിച്ചുള്ള ചോദ്യമായിരിക്കും. അല്ലാത്തവര്, സീരിയസ് അല്ലാത്തവര് ആഹാര നിദ്ര ഭയമയത്തിനെ കുറിച്ചുള്ള ചോദ്യം ചോദിക്കും. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പോ ഇവിടെ പ്രഭുപാദ് പറയുന്നത് എന്താണ്? ഇഫ് യു ആർ നോട്ട് സീരിയസ്, വേസ്റ്റ് ഓഫ് ടൈം. ഹ്യൂമൻ ലൈഫ് ഇസ് എ ബിഗ് ലോസ്. ഭക്തിയിൽ സീരിയസ്നെസ് ഇല്ലാത്തവർക്ക് ഹ്യൂമൻ ലൈഫ് ഇസ് എ ബിഗ് ലോസ്. ഈസ് നോട്ട് ഗെയിനിങ് എനിത്തിങ്. ഒന്നും നേടുന്നില്ല, വെറുതെ ഒരു ചാൻസ് മിസ് ചെയ്തു. ഓൺ ദ അതർ ഹാൻഡ്, കിപാ വിപ്ര കിപാന്യാസി ശൂദ്ര കേരിനോ ഈ കൃഷ്ണ തത്വവേദാസൈ ഗുരുഹായ്. അതായത് പ്രഭുപാദ് പറയുന്നു, കൃഷ്ണഭക്തി തത്വം മനസ്സിലാക്കിയ ഒരാൾ ഗുരുവാണ്. ഈസ് എ ഗുരു, നോട്ട് എ പ്രൊഫഷണൽ ഗുരു. എല്ലാവരും പ്രൊഫഷണൽ ഗുരുവാണ്. ചില ആൾക്കാര് അവരുടെ എന്താ പറയാ ട്രേഡ് മാർക്ക് കണ്ടുപിടിക്കും അല്ലെ. ഓരോ ആൾക്കാർ ഓരോ ട്രേഡ് മാർക്കാണ്. ഇന്ന ആശ്രമത്തിലുള്ളവർ കണ്ട ഇങ്ങനെ ഇരിക്കണം, ഇന്ന ആശ്രമത്തിൽ കണ്ട അവരൊരു പെട്ടെന്ന് മനസ്സിലാവും. ഒരു ടിപ്പിക്കൽ ഡ്രസ്സിങ്, ടിപ്പിക്കൽ വേഷങ്ങളൊക്കെയാണ്. ഇതിനാണ് എല്ലാവരും ശ്രദ്ധ കൊടുക്കുന്നത്. ഡിസ്റ്റിങ്ഷൻ, വ്യത്യാസം കാണിക്കാൻ. പക്ഷെ ദ റിയൽ സബ്ജക്ട് മാറ്റർ ദേ ലോസ്റ്റ്. എന്താണോ അറിയേണ്ടത് അത് വിട്ടുപോവാണ്. കൃഷ്ണനെ മനസ്സിലാക്കണം, ഞാൻ ജീവാത്മാവാണ്, എനിക്ക് ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകണം, ഈ വിഷയങ്ങൾ മറന്നുപോകും. ബാക്കി എല്ലാം ചെയ്യും. അവിടെ കഴുത്തില് എന്താ പറയാ, തലയിൽ മുട്ടയും കഴുത്തിൽ കൊട്ടയിട്ടിട്ട് നടക്കും. അവർക്ക് അതാണ് വലുത്, അവരുടെ വേഷമാണ് വലുത്. ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ വേണ്ട. അത് പുറത്ത് ഇന്ന ആശ്രമത്തിലുള്ള ആളാണ് എന്ന് അറിയണം. പക്ഷെ അവർ എന്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി, മനസ്സിൽ എന്ത് മാറ്റം ഉണ്ടായി, അവർ എന്ത് ഭഗവാനുമായിട്ട് അവരെ കണക്ട് ചെയ്തു, ഇതൊന്നും ആരും ചോദിക്കില്ല. അതൊന്നും ആർക്കും വേണ്ടതിനും. അവർക്ക് വേണ്ട എന്താണ്? എക്സ്റ്റേണൽ അപ്പിയറൻസ്. പുറത്ത് ഭക്തനെ പോലെ തോന്നിച്ചാൽ മതി, ഉള്ളിൽ നിങ്ങൾ എന്ത് ബ്ലഡി ഫൂൾ ആയാലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് ഈ ലോകത്തിൽ അങ്ങനെയാണ് സ്പിരിച്വൽ ലൈഫ്. പക്ഷെ പ്രഭുപാദ് പറഞ്ഞു, ദാറ്റ് ഈസ് ചീറ്റിംഗ് യുവർ സെൽഫ്. നീ നിന്നെ കബളിപ്പിക്കുകയാണ്. ഡോണ്ട് ഡു ഇറ്റ്. കം ടു റിയാലിറ്റി. സോ ഗുരുനാഥൻ എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ, വിപ്ര പണ്ഡിതനായിരിക്കണം, ഒരു ശൂദ്രനായാലും കുഴപ്പമില്ല, അവൻ കൃഷ്ണ തത്വവേദ സേ ഗുരുഹായ്. കൃഷ്ണ ഭക്തിയുടെ തത്വം അറിഞ്ഞാൽ അവൻ ഗുരുനാഥനാണെന്ന് പറയുന്നു മഹാപ്രഭു. The duty of a bona fide spiritual master is connecting the disciple to Krishna. ഒരു ആധികാരികമായിട്ടുള്ള ഗുരുവിന്റെ ഒരേ ഒരു ഡ്യൂട്ടി എന്താണ്? തന്റെ ശിഷ്യനെ ഭഗവാനായിട്ട് കണക്ട് ചെയ്യുക, ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് യോഗം. ശൃണുമേ പരമം വചക, ദിസ് ഈസ് മൈ ആപ്തവാക്യം. ഭഗവാൻ പറയുന്നു ഭഗവത്ഗീതയില്, ഇതാണ് എന്റെ പരമം വച എന്ന് വെച്ചാൽ എന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇൻസ്ട്രക്ഷൻ. പരമം വചക, ഞാൻ ഇത്രയും പറഞ്ഞതില് ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്താണ് അർജുന? ശൃണുമേ പരമം വചക. എന്താണ്? യജ്ഞാത്വ നേഹഭൂയോന്യത് ജ്ഞാതവ്യം അവശിഷ്യതേ. ഭഗവാൻ 7-ാം അധ്യായത്തിൽ 2-ാം ശ്ലോകത്തിൽ പറയുന്നു, ഏതൊരു മനുഷ്യൻ ഈ തത്വം അറിഞ്ഞാൽ, 7th chapter is called ജ്ഞാന വിജ്ഞാന യോഗം. സോ വാട്ട് ഈസ് നോളജ് ആൻഡ് വാട്ട് ഈസ് വിസ്ഡം? വാട്ട് ഈസ് നോളജ് ആൻഡ് വാട്ട് ഈസ് വിസ്ഡം? തിയറിറ്റിക്കൽ നോളജ്, പ്രാക്ടിക്കൽ നോളജ്. ജ്ഞാന വിജ്ഞാനം. ജ്ഞാനം പറഞ്ഞ തിയറി, വിജ്ഞാനം പറഞ്ഞ പ്രാക്ടിക്കൽ.
സോ ഈ അധ്യായത്തിൽ നീ എന്ത് മനസ്സിലാക്കാൻ പോകുന്ന അർജുന? അതിൽ കൂടുതൽ മനസ്സിലാക്കാൻ വേറെ ഒന്നുമില്ല. ജ്ഞാതവ്യം അവശിഷ്യത, there is nothing remaining. അതിനുശേഷം അവശേഷിക്കുന്നില്ല. ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയൊരു അറിവ് അവശേഷിക്കുന്നില്ല. ദിസ് ഈസ് ഫൈനൽ. സോ 7th ചാപ്റ്റർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിലാണ് ഭഗവാൻ പറയുന്നത് ശൃണുമേ പരമം വചക. ഇതാണ് ഈ അധ്യായത്തിൽ പറയുന്ന പരമവചനങ്ങളാണ്. അർജുന, യു ടേക്ക് യുവർ ലൈഫ് ആൻഡ് സോൾ. നിന്റെ ജീവന്റെ ജീവനായി നീ എടുക്കണം. സോ പ്രഭുപാദ് പറയുന്നുണ്ട്, വിത്ത് ദ ഹോപ്പ് ഓഫ് എൻജോയ്മെന്റ് വി അഗ്രി ടു സഫർ. വിത്ത് ദ ഹോപ്പ് ഓഫ് എൻജോയ്മെന്റ് വി അഗ്രി ടു സഫർ. നമ്മൾ എല്ലാവരും ഒരു പ്രതീക്ഷയിലാണ്. ഓ, ഇത് എനിക്ക് ആസ്വാദനം തരും, നമ്മൾ ചെയ്യുന്ന ഓരോന്നും, അല്ലെ, നമുക്ക് എൻജോയ്മെന്റ് തരും എന്നുള്ള ഒരു ഹോപ്പിലാണ് നമ്മൾ ഈ ജീവിക്കുന്നത്, അല്ലെ. ഹോപ്പ് ഇല്ലെങ്കിൽ ഹോപ്പ്ലെസ് ലൈഫ്. വിശ്വാസമാണല്ലോ ഈ ഭൂമിയിൽ നമുക്ക് എല്ലാം നമ്മളെ പുഷ് ചെയ്ത് കൊണ്ടുപോകണം. എന്താണ്? ഒരു വിശ്വാസം, നമ്മളെ പ്രേരിപ്പിക്കുന്ന, പ്രവർത്തിപ്പിക്കാൻ ഒരു പ്രേരണ നൽകുന്ന ഒരു വിശ്വാസമാണ് നമുക്ക് പുഷിങ്. അതില്ലെങ്കിൽ പിന്നെ ഡെഡാണ്. സോ നമുക്ക് പ്രേരണ ഈ ഭൂമിയില് എന്തെങ്കിലും ഒരു രൂപത്തിൽ ഉണ്ടാവും. അപ്പോ പലർക്കും പല രീതിയിലുള്ളത്. സ്പോർട്സില്, സയൻസില്, ഒരുപാട് ഫീൽഡിൽ അവർക്ക് ഹോപ്പിംഗ് ഫോർ ദെയർ എൻജോയ്മെന്റ്. പക്ഷേ അതിന്റെ പുറകില് വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിക്കാൻ നമ്മൾ ഒരു അഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. ദർ ഇസ് അഗ്രിമെന്റ് ഫോർ സഫറിങ്. നമ്മൾ എല്ലാവരും ഒരു അഗ്രിമെന്റ് വെച്ചിട്ടാണ് ആ എൻജോയ്മെന്റിൽ പോണത്. അതിലൊരു സഫറിങ് ഉണ്ടെന്ന് അറിയാം. സ്റ്റിൽ വി ആർ റെഡി ടു സഫർ. അങ്ങനെയല്ലേ എല്ലാം? അധികമായിട്ട് മധുരം കഴിച്ചാൽ വയറ് കേടാവും. അത് നമ്മൾ സമ്മതിച്ചിട്ടാണ് അധികം കഴിക്കുന്നത്. വി ആർ റെഡി ടു സഫർ സ്റ്റൊമക് പെയിൻ. വി ആർ റെഡി, ആൾറെഡി അഗ്രിമെന്റ് ഇട്ടിട്ട്. സോ വയറുവേദന വരുമ്പോ ആരോടും മിണ്ടാൻ പറ്റില്ല, മിണ്ടാതിരിക്കും. കാരണം എന്താ? നമ്മൾ അഗ്രിമെന്റ് ചെയ്തിരിക്കുകയാണ്. വി ആർ അഗ്രി ഫോർ എ സഫറിങ്. ഈ ഭൂമിയിലെ എവറിത്തിങ് ഈസ് പെയ്ഡ്, നത്തിങ് ഈസ് ഫ്രീ. ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ് ദർ ഇസ് നോ ഫ്രീ. പക്ഷെ കൃഷ്ണഭക്തി മാത്രം ഫ്രീ ആയിട്ട് വേണം. നമ്മൾ ഒരു അധ്വാനവും ചെയ്യില്ല, സത്സംഗത്തിൽ പോവില്ല, ഭക്തന്മാർ പറഞ്ഞ അനുസരിക്കില്ല, നാമം ജപിക്കില്ല, പക്ഷെ ഭക്തി വേണം. ഭഗവാൻ പറഞ്ഞു പള്ളിയിൽ പോയി പറയാം. നടക്കാത്ത കാര്യമാണ്. യു ഡു എവറിത്തിങ് ദെൻ യു വിൽ ഗെറ്റ് ഭക്തി. സോ ഫ്രീ ആയി ഭൗതിക ലോകത്തിൽ കിട്ടുന്ന പോലെ ഭക്തി കിട്ടത്തില്ല. യു ഹാവ് ടു ഏൺ, ബിക്കോസ് ദിസ് ഇസ് എ വെൽത്ത്. ഭക്തിയാണ് നമ്മുടെ സമ്പത്ത്. അത് വെറുതെ ഒന്നും കിട്ടില്ല. സോ ടു പേ. പ്രഭുപാദ് പറയുന്നു, ബി കെയർഫുൾ, ദിസ് ഈസ് എ മോസ്റ്റ് ഡേഞ്ചറസ് പ്ലേസ്. ഈ ഭൗതിക ലോകം വളരെ വളരെ അപകടം പിടിച്ച സ്ഥലമാണ്. ബിക്കോസ് യു ആർ ഗിവൻ ഫർഗറ്റ്ഫുൾനെസ് ഓഫ് കൃഷ്ണ. ഈ ഭൂമിയിലെ എല്ലാ സംഭവങ്ങളും കൃഷ്ണനെ മറക്കാനുള്ള സെറ്റപ്പുകളാണ്. ഇറ്റ്സ് എ ബിഗ് ഡേഞ്ചർ, ഡേഞ്ചറസ് പ്ലേസ്. പ്രഭുപാദ് വിളിക്കുന്ന ദ മോസ്റ്റ് ഡേഞ്ചറസ് പ്ലേസ് എന്ന ഈ പ്രപഞ്ചത്തിനെ വിളിക്കുക. സോ പക്ഷെ പ്രഭുപാദ് നമുക്ക് പഠിപ്പിച്ചു കൊടുത്ത രീതി എന്താണ്? ഹൗ ടു ബി എ ഡിവോട്ടി ഇൻ ദിസ് ഡേഞ്ചറസ് പ്ലേസ്. ഇത്രയും അപകടം പിടിച്ച ലോകത്ത് എങ്ങനെ ഭക്തനായി ജീവിക്കാം? യോഗ കർമ്മസു കൗശലം, ആർട്ട് ഓഫ് ലിവിങ്. പ്രഭുപാദ് പഠിപ്പിച്ചു കൊടുത്തത് എങ്ങനെ ഭഗവാൻ ഈ ഭൂമിയിലെ മായാലോകമാണ്, അപകടം പിടിച്ച സ്ഥലമാണ്, ഒക്കെയാണ്. പക്ഷെ യു ക്യാൻ ബി എ ഡിവോട്ടി ആൻഡ് ഹാപ്പി. ഫർഗെറ്റ് അതർ തിങ്സ്. ഡോണ്ട് കേഴ്സ് ദ വേൾഡ്. ഇത് ഡേഞ്ചറസ് ആണ്, അതിന് ഡോണ്ട് കേഴ്സ്. യു ക്യാൻ ബി ഹാപ്പി. ദാറ്റ്സ് എ ഫോർമുല, ഭക്തി ഫോർമുല. അപ്പൊ നമ്മൾ ഭക്തരായിരിക്കാൻ മാർഗങ്ങളുണ്ട്. ഈ ഭൂമിനെ ശപിക്കേണ്ട. നമ്മൾ ഇതെന്താ ഇങ്ങനെ മോശം, ഇതെന്താ അങ്ങനെയൊന്നും പഴിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇഫ് യു വാണ്ട് ടു സഫർ യു ക്യാൻ സഫർ. ഇഫ് യു വാണ്ട് ടു എൻജോയ് യു ക്യാൻ എൻജോയ്. സ്പിരിച്വൽ ലൈഫ് കിട്ടിയ എൻജോയ്മെന്റ് കിട്ടും, ആനന്ദ അമ്പുതി വർത്തനം. പക്ഷെ 2 ഓപ്ഷൻസ് ആർ ദർ. നമുക്ക് ദുഃഖിക്കാനും ആനന്ദിക്കാനും ഓപ്ഷൻസ് ഉണ്ട്. ഭക്തിമാർഗം സ്വീകരിക്കൂ, ആനന്ദിക്കൂ. ഭൗതിക മാർഗം സ്വീകരിക്കൂ, ദുഃഖിക്കൂ. ദർ ഇസ് എൻ ഓപ്ഷൻ. സോ യു കനോട്ട് ബ്ലെയിം. ഈ ഭൂമിനെ പഴിക്കേണ്ട ആവശ്യമില്ല. ഈവൻ ദോ ഇറ്റ്സ് എ ഡേഞ്ചറസ് പ്ലേസ്.
സോ പ്രോപ്പർ അതുകൊണ്ടാ പറയുന്നത് യു പുട്ട് ആൻ അഗ്രിമെന്റ് അല്ലടി. ഈ ഭൂമിയിൽ നിങ്ങൾ ജനിക്കുമ്പോ തന്നെ ഒരു അഗ്രിമെന്റ് ഇട്ടാ ജനിക്കുക. അത് ദുഃഖിക്കാൻ റെഡി ആയിട്ടാ വന്നിരിക്കുന്നത്. നോ പെയിൻ നോ ഗെയിൻ. ഈ ഭൂമിയിൽ ഒരു കഷ്ടമില്ലാതെ ഒരു നേട്ടവുമില്ല. സോ ദീസ് ആർ ദ റിയൽ ഫാക്ട്. ഈ ഭൂമിയിലെ നഗ്ന സത്യങ്ങളാണ് ഈ പ്രോബാർ പറയുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഭൂമിയിൽ ഭക്തനായി ജീവിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നില്ല. ഉറങ്ങുന്നവർക്കെല്ലാം ഒരു ഹരിബോ. അതായത് ഓപ്ഷൻ ഉണ്ട്. ദർ ഇസ് 2 ഓപ്ഷൻസ്, സഫർ ആൻഡ് എൻജോയ്. നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നതാണ് ദുഃഖിക്കാനാണ്. ഇറ്റ് ഈസ് യുവർ ചോയ്സ്, ഫ്രീഡം ഓഫ് ചോയ്സ്. നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്, ചൂസ് ചെയ്തു. ഓക്കെ, യു ചൂസ് സഫറിങ്. ദുഃഖമാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്. ഡു ഇറ്റ്, ഗോ അഹെഡ്. ദർ ഇസ് അനദർ ഓപ്ഷൻ അവൈലബിൾ. അത് എടുക്കുന്നില്ലല്ലോ. ഹൂസ് പ്രോബ്ലം? യുവർ പ്രോബ്ലം. സോ യു കനോട്ട് ബ്ലെയിം. അവസാനം സ്വയം കുറ്റം സമ്മതിക്കേണ്ടി വരും. സോ വി ആർ ബ്ലെയിമബിൾ. നമ്മളാണ് കുറ്റക്കാർ. യു കനോട്ട് ബ്ലെയിം എനിബഡി. ഈ ഭൂമിയിൽ എന്റെ ദുഃഖത്തിന് കാരണം ഇന്നാളെന്ന് പറയാം. നായം ദേഹോ ഒടിക്കാൽ ദ ശ്ലോക ബ്രഹ്മ സേസ് നായം ജനമേ സുഖദുഃഖ ഹേതു ന ദേവാത്മാ ഗ്രഹകർമ്മ കാല മനഃപരം കാരണമാമനന്തി സംസാര ചക്രം പരിവർത്തയത്. സംസാര ചക്രത്തിൽ വന്ന് ജനിക്കാൻ കാരണം നമ്മുടെ മനസ്സാണ്. ജനം മീൻസ് നോ റിലേറ്റീവ്സ്, നോ പാരന്റ്സ്. നിന്റെ അച്ഛൻ അമ്മയോ വേറെ ബന്ധുക്കളൊന്നുമല്ല. നായം ജനോമേ, നിങ്ങളുടെ ബന്ധുക്കളല്ല, നിങ്ങളുടെ കൂടപ്പിറപ്പല്ല, നിങ്ങളുടെ ഭാര്യ മക്കളല്ല ഈ ദുഃഖത്തിന് കാരണം. നായം ജനമേ സുഖ ദുഃഖ ഹേതു. നിന്റെ സുഖത്തിനും ദുഃഖത്തിനും ഈ കാരണക്കാര് നായം ജനോമേ സുഖ ദുഃഖ ഹേതു. നിന്റെ ഈ ഭൂമിയിൽ ആരെയും പഴിക്കരുത്. ജന മീൻസ് എല്ലാവരും. ന ദൈവാത്മാ ഗ്രഹകർമ്മക്കാല. ദൈവങ്ങളല്ല, ഗ്രഹങ്ങള്, നവഗ്രഹങ്ങളല്ല. ന ദൈവാത്മാ ഗ്രഹകർമ്മക്കാല. കർമ്മവുമല്ല കാലവുമല്ല. മനഃപരം കാരണം. യുവർ മൈൻഡ് ഈസ് ഓൺലി കോസ്. ദാറ്റ് മീൻസ് യു ആർ ദ കോസ്. നീയാണ് അതിന് കാരണം, ഒരാളില്ല. മനഃപരം കാരണം ആമനന്തി സംസാര ചക്രം പരിവർത്തി. നമ്മുടെ നാവിനെ നമ്മൾ കടിച്ചാൽ ആരെങ്കിലും നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? സ്വന്തം നാവിനെ കടിക്കാത്തവരോട് ആരെങ്കിലും ഉണ്ടോ? ഞാൻ കടിച്ചിട്ടുണ്ട്, രക്തം വന്നിട്ടുണ്ട് പലപ്പോഴും. നല്ല ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും കടിക്കുക. സോ നമുക്ക് ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? എന്നിട്ടും ഭാര്യനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ മാറി നിൽക്ക്, കടിച്ചിട്ട് വേദന, ഒരു കാരണമില്ല. ഇറ്റ്സ് എ ഇഡിയറ്റ്, ഫൂൾ നമ്പർ 1. അത് ഏറ്റ് ആരോടും കാണിക്കണം. കാണിക്കാൻ പറ്റിയ ഏതൊരു വ്യക്തി ഭാര്യയാണ്. മക്കളോട് കാണിച്ചാലും തിരിച്ചു പറയും. ഇപ്പൊ ഭാര്യമാരും തിരിച്ചു പറയാൻ തുടങ്ങി, അങ്ങോട്ട് മാറി നിൽക്കുന്നു. അപ്പോ ഇനി ആരോടും ഭാര്യയോട് പോലും ഇനി പറയാൻ പറ്റില്ല. സോ ഇറ്റ്സ് വെരി ആക്വേർഡ് ലൈഫ്, വെരി ആക്വേർഡ് സിറ്റുവേഷൻ. അപ്പൊ അതുകൊണ്ട് യു കാൺട്ട് ബ്ലെയിം എനിബഡി. സ്വയം പഴി ചുമക്കാന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. സോ ബിക്കം ഡീസന്റ്. മാന്യനായി മാറാൻ ഒരു മാർഗം സറണ്ടർ കൃഷ്ണ, അല്ലെ? ഭഗവാനോട് സമർപ്പിക്കുക. ആരെയും പഴി ചൊല്ലണ്ട. ടേക്ക് യുവർ ഓൺ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഗോ ഹെഡ്. കൃഷ്ണ ഈസ് ദേർ ടു ഹെൽപ്പ് യു. Nobody can help you. ആരും നമ്മളെ രക്ഷിക്കില്ല. മക്കളോ ഭാര്യയോ അച്ഛനോ അമ്മയും ബന്ധുക്കളോ മിത്രങ്ങളോ, nobody. കൃഷ്ണ can help you. Provided you surrender. ഭഗവാനോട് സമർപ്പിക്കൂ. How can he help you? അല്ലെങ്കിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? സോ അതുപോലും ചെയ്തില്ലെങ്കിൽ സോ ഭഗവാൻ പറയുന്നു, മന്മനാ ഭവ മദ്ഭക്തോ മത്യാജി മാം യേവയെ പ്രപദ്യന്തേ മായാമീതാന്തരന്റെ. ഭഗവാൻ പറഞ്ഞു, യു സറണ്ടർ മി, there is no solution. ഭഗവാൻ ശരിക്കും നമ്മളെ ടൈറ്റ് കോർണറിലാക്കി വെച്ചു. അങ്ങോട്ട് ഇങ്ങോട്ട് അനകാൻ പറ്റില്ല. ഓൺലി ഓപ്ഷൻ സറണ്ടർ ടു കൃഷ്ണ. ഇനി either you surrender to me or surrender to your
എന്താണ്? ഫൂളിഷ്നെസ്. നിന്റെ വിഡ്ഢിത്തത്തിന് നീ സറണ്ടർ ചെയ്തു, അനുഭവിക്കുക. എന്നോട് സറണ്ടർ ചെയ്ത ഐ വിൽ റെസ്ക്യൂ. അതർവൈസ് യു വിൽ സഫർ 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 സഫർ. എവർ ലാസ്റ്റിംഗ് സഫറിങ്, അല്ലെ? എപ്പോഴും നിത്യമായിട്ടുള്ള ദുഃഖമാണ്. സോ അപ്പോഴാണ് ഒരു ഭക്തൻ ഉണർന്ന് പ്രവർത്തിച്ച് ഭഗവാനോട് സമർപ്പിക്കുന്നത്. സോ വി ഹാവ് ഓൺലി വൺ ഓപ്ഷൻ. എന്താണ്? സറണ്ടർ ടു കൃഷ്ണ, ഭഗവാനോട് സമർപ്പിക്കാം. സോ there is a 6 questions. അതായത് അത് പിന്നെ ഒരു ക്ലാസ്സിൽ പറയാം. Okay, Hare Krishna. Any questions? Perfect questions നെ കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? Perfect, if there is any question on perfect question. ഇതിനകത്ത ചോദ്യം, മാന്യനാവുക, ഗൗരവതരമായി ജീവിക്കുക എന്ന വിഷയങ്ങളൊക്കെ നിർവ്വഹണം പറഞ്ഞിരുന്നു. തുടർന്നും തുടരുന്ന സൗഖ്യമാതെ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ. ഇന്നത്തെ വിഷയം, ഇന്നത്തെ പദ്ധതിയിൽ നമ്മൾ മനസ്സിലാക്കി ചോദ്യങ്ങൾ ഏത് വിഷയത്തിനെ കുറിച്ചാണ്. നമ്മൾ ബന്ധനസ്ഥരാവണമെങ്കിൽ നമുക്ക് അത്തരം ചോദ്യം ചോദിക്കാം. താൽക്കാലിക പരിഹാരത്തിന്റെ ചോദ്യമാവാം. അതല്ല യഥാർത്ഥ പരിഹാരമാകുന്ന രീതിയിലെങ്കിലും യഥാർത്ഥ ചോദ്യം ചോദിച്ചുകൊണ്ട് ഉത്തരം നേടി പരിവർത്തിപ്പിക്കുകയാണ്. അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാണെങ്കിൽ കൈകൊട്ടാം. മനസ്സാണ്, മനസ്സിൽ ചിന്തിക്കുന്നു, ചിന്തയാണ് കർമ്മമായിട്ട് മാറുന്നത്. മനസ്സിൽ ചിന്തിക്കാത്ത ഒന്നും കർമ്മമായിട്ട് മാറില്ല, അല്ലെ? നമ്മൾ ചിന്തിക്കാത്ത എന്തെങ്കിലും കർമ്മത്തിൽ വരുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ചിന്തകളാണ്, ആഗ്രഹങ്ങളാണ് കർമ്മങ്ങളായിട്ട് മാറ്റം സംഭവിക്കുന്നത്. നമ്മൾ ഒരു വിഷയം ആഗ്രഹിക്കുന്നു, സിനിമയ്ക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു, നമ്മൾ ആ കർമ്മം ചെയ്യുന്നു, സിനിമ തിയേറ്ററിൽ എത്തുന്നു. സിനിമ തിയേറ്ററിൽ എത്തുന്ന ഇങ്ങനെ ഒരു ആഗ്രഹമില്ലാതെ പോകില്ല. സോ സിനിമയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവര് സിനിമ തിയേറ്ററിൽ എത്തും, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ എത്തും. അപ്പൊ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ എത്തിയിട്ട് ഞാനിവിടെ എത്തിയത് എങ്ങനെയാ എന്ന് പറയുമോ? ഇല്ലല്ലോ. വീട്ടിൽ ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ആഗ്രഹങ്ങൾ പ്രവൃത്തികളാണ്. അത്ര ആഗ്രഹങ്ങളാണ് പ്രവൃത്തികൾ. അതുകൊണ്ടാണ് മനസ്സിൽ ചിന്തിച്ച ശിക്ഷ കിട്ടുന്നത്. എവിടെ? ദേവലോകത്ത്. ഇവിടെ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ. കാരണം ചിന്തയെ ആരും കണ്ടുപിടിക്കുന്നില്ലല്ലോ. ഈ ഭൂമിയില് എന്റെ ചിന്ത ആരും അറിയുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഒരു പ്രോബ്ലം വരുന്നില്ല. പക്ഷെ ദേവലോകത്ത് അങ്ങനെയല്ല. അവിടെ നിങ്ങൾ ചിന്തിക്കുമ്പോഴേ മറ്റവർ അറിയും. അപ്പൊ ചിന്തയിലെ പെർഫെക്ഷൻ വരണം. തെറ്റ് ചിന്തിക്കാത്ത ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിച്ച് നോക്കും. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ചന്ദ്രലോകത്ത് മനോമയ ശരീരമാണ്. ദ ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് മൈൻഡ്. മനോമയ ശരീരമാണ്. സോ അതുകൊണ്ടാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത് ചന്ദ്രൻ. ഗ്രഹത്തിൽ നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് എന്താണ്? ചന്ദ്രനാണ്, അല്ലെ? അതുകൊണ്ട് ഈ ചന്ദ്രഗ്രഹണ സമയത്ത് ആൾക്കാർക്ക് വിഭ്രാന്തി ഇളകും. ചില ആൾക്കാർക്ക് മാനസിക രോഗങ്ങൾ കൂടും. മൈൻഡ് ഈസ് കൺട്രോൾഡ് ബൈ ചന്ദ്രഗ്രഹം, ചന്ദ്രദേവ്, സോമ. അപ്പോ അവിടെയെല്ലാം നിങ്ങൾ ചിന്തിച്ചാലേ നിങ്ങൾ പിടിക്കപ്പെടും. ഒരാളെ തല്ലണം ചിന്തിച്ചാൽ നമ്മൾ അപ്പോഴേ ഒരാൾ പിടിക്കും, തല്ലാൻ സമ്മതിക്കില്ല. കാരണം എന്താണ്? ചിന്തിക്കുമ്പോഴേ ഇന്നൊരാൾ ഇരുന്നു. മനോമയ ശരീരമേ മനസ്സുകൊണ്ട് ഉണ്ടാക്കിയത്. ഇവിടെ
മനസ്സുകൊണ്ടല്ല ശരീരം ഉണ്ടായി, പഞ്ചഭൂതമാണ്. അതുകൊണ്ട് യു കനോട്ട് തിങ്ക് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സോ പറഞ്ഞു വരുന്നത്, മനസ്സിൽ ചിന്തിച്ചിട്ടാണ്, മനസ്സ് ചിന്തയെ കർമ്മമാണ്. കാരണം ചിന്തിക്കാതെ ഒരു കർമ്മം സംഭവിക്കില്ല. പ്രവൃത്തിയുടെ കർമ്മത്തിന്റെ തുടക്കമേ ചിന്തയാണ്. സോ ചിന്ത, കർമ്മം മാത്രമല്ല കർമ്മം, ചിന്തയെ കർമ്മമാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിൽ ചിന്തിക്കുന്നു, മനസ്സോടെ നമ്മൾ ചിന്തിക്കുന്നു. അത് മനഃപരം കാരണം, മനസ്സാണ് കാരണം. അതുകൊണ്ട് ആ മനുഷ്യന്റെ പേരെന്താണ്? മനോയവ മനുഷ്യാനം കാരണബന്ധമോക്ഷയോ. നമ്മളെ മോചിപ്പിക്കാനും നമ്മളെ ബന്ധിപ്പിക്കാനും ഈ മനസ്സ് തന്നെ ഉപയോഗിക്കേണ്ടത്. സെക്കൻഡ് മനസ്സില്ല. നമുക്ക് രണ്ട് മനസ്സുണ്ടെങ്കിൽ ഒരെണ്ണം മോചനത്തിനും ഉപയോഗിക്കാം, മറ്റൊന്ന് ബന്ധനത്തിന് ഉപയോഗിക്കാം. നോ, ഒരു മനസ്സേ ഉള്ളൂ. മനോ ഏവ മനുഷ്യാണ്. ഏവ മീൻസ് വൺ. മനുഷ്യന് ഒരു മനസ്സേ ഉള്ളൂ. കാരണം ബന്ധ മോക്ഷയോ. ആ മനസ്സുകൊണ്ട് തന്നെ നമ്മളെ മോചിപ്പിക്കണം. ആ മനസ്സുകൊണ്ടാണ് നമ്മൾ ബന്ധപ്പെട്ട് ഇവിടെ വന്നത്, അല്ലെ? ഈ ഭൂമിയിൽ ബന്ധനസ്ഥനായിരിക്കുന്ന ആ മനസ്സുകൊണ്ടാണ്. അന്ന് കൃഷ്ണലോകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ഈ മനസ്സുണ്ടായിരുന്ന അതേ മനസ്സാണ് ഇപ്പോഴും ഉള്ളത്, മാറിയിട്ടൊന്നുമില്ല. പക്ഷെ അന്ന് നമ്മളെ ബന്ധിപ്പിച്ചു ആ മനസ്സ്. ഇപ്പോ അതേ മനസ്സിനെ ഉപയോഗിച്ച് നമുക്ക് നമ്മളെ മോചിപ്പിക്കാം. ഓക്കെ, അപ്പോ എന്താ പറയാ, അപ്പൊ മനസ്സിനെ കൊണ്ട് തന്നെ നമുക്ക് രണ്ട് കാര്യം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മനസ്സ് ബന്ധു എന്ന് പറയാൻ കാരണം. മനസ്സ് ശത്രുവല്ല, ഇറ്റ്സ് എ ടെമ്പററി എനിമി. മനസ്സ് ഒരു ടെമ്പററി ശത്രുവാണ്. ഇപ്പോ നമ്മുടെ ഒരു താൽക്കാലിക ശത്രുവാണ്, പെർമനന്റ് ഫ്രണ്ടാണ്. മൈൻഡ് ഈസ് എ പെർമനന്റ് ഫ്രണ്ടാണ്. പക്ഷെ അത് ഇപ്പൊ നമ്മള് ഒരു ശത്രുവായി നമ്മൾ മാറ്റി വെച്ചിരിക്കണം. ആക്ച്വലി മൈൻഡ് ഈസ് നോട്ട് എനിമി. അന്നും ഇന്നും മനസ്സ് നമ്മുടെ ശത്രു അല്ല, ഫ്രണ്ടാണ്. പക്ഷെ നമ്മൾ അതിനെ ഫ്രണ്ടായിട്ട് ശത്രുവായി മാറ്റി വെച്ചിരിക്കുകയാണെങ്കിലോ? മനസ്സിലായോ? യജമാൻ തന്റെ സേവകനെ എങ്ങനെ വേണമെങ്കിൽ മാറ്റാം. വില്ലനാക്കുകയും ചെയ്യാം, ഹീറോ ആക്കുകയും ചെയ്യാം. മനസ്സിലായോ? ഒരു ഡയറക്ടർ ഒരാളെ ഹീറോ ആയിട്ട് പോസ്റ്റ് ചെയ്യും ചില സിനിമയിൽ, അയാൾ വില്ലനാക്കും മാറ്റും. ഹൂ ഇസ് പ്രോബ്ലം? ഇയാളുടെ ആക്ടറുടെ പ്രോബ്ലം ആണോ? ഇയാൾ വില്ലനാകാൻ പറഞ്ഞു, അയാൾ വില്ലനായി, അല്ലേ? അയാളെ ഹീറോ ആക്കി അടുത്ത സിനിമയിൽ മാറ്റി അയാൾ ഹീറോ ആവും. ദാറ്റ്സ് ഓൾ. മൈൻഡ് ഈസ് ഇന്നസെന്റ്. മൈൻഡ് ഈസ് നോട്ട് പ്രോബ്ലമാറ്റിക്. യു ആർ പ്രോബ്ലമാറ്റിക്. നമ്മളാണ് കൾപ്രിറ്റ്. ജീവാത്മ ഇസ് എ കൾപ്രിറ്റ്. കുറ്റക്കാരൻ ജീവാത്മാവാണ്, മനസ്സേ അല്ല. ഡോണ്ട് ബ്ലെയിം. എന്റെ മനസ്സിൽ പറഞ്ഞ അനുസരിക്കണം. ബ്ലഡി ഫുൾ യു ഡോണ്ട് നോ ഹൗ ടു കൺട്രോൾ ഇറ്റ്. മനസ്സിനെ നിയന്ത്രിക്കാൻ നിനക്ക് കഴിവില്ല. മനസ്സിനെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടരുത്. ബിക്കോസ് യു ഹാവ് നോ ഡിസയർ. മനസ്സിനെ നിയന്ത്രിക്കുന്ന ആഗ്രഹം നിനക്കില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്ന വഴി നിനക്കറിയില്ല. ഭഗവാനോട് സമർപ്പിക്കാതെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. സോ ടേക്ക് അപ്പ് ദ പ്രോസസ്. ഭഗവാനോട് സമർപ്പിക്കും, മനസ്സിനെ കൺട്രോൾ ചെയ്യാം. വെറുതെ എന്തിനാ മനസ്സിനെ കുറ്റം പറയണേ? നമ്മുടെ കുറ്റത്തിനെ വേറെ ഒരാളുടെ മണ്ടയ്ക്ക് വെക്കുക. കറക്റ്റ്? നമ്മുടെ കുറ്റത്തിനെ മനസ്സിനെ മണ്ടയ്ക്ക് വെച്ചിട്ട് രക്ഷപ്പെടണ്ട. യു ആർ ദ കൾപ്രിറ്റ്. ജീവാത്മാവാണ് കുറ്റക്കാരൻ, മനസ്സല്ല. ഡോണ്ട് ബ്ലെയിം ദ മൈൻഡ്. ഒരിക്കലും മനസ്സ് കുറ്റക്കാരനേ അല്ല. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് മനസ്സ് മാറി മാറി പ്രവർത്തിക്കുന്നു. സെർവന്റ്, ജീവാത്മാവിന്റെ സേവകനാണ് മനസ്സ്. നിങ്ങൾ ഏത് രൂപം കൊടുക്കുന്നു, ഏത് സർവീസ് കൊടുക്കുന്നു, അതനുസരിച്ച് അയാൾ പ്രവർത്തിക്കും, അല്ലേ? കാരണം നിങ്ങൾ ശമ്പളം കൊടുക്കുന്നു. മനസ്സിന് നിങ്ങൾ ശമ്പളം, വേലക്കാരനാണ്. ഇപ്പൊ നിങ്ങള് ഒരാളെ അടിച്ചിട്ട് വരാൻ പറഞ്ഞു, ആളുടെ അടിച്ചിട്ട് വരുന്നു. ഇല്ല, ഒരാളെ സഹായിക്കാൻ പറഞ്ഞാൽ സഹായിച്ചിട്ട് വരുന്നു. ആരാ കുറ്റക്കാരൻ? മുതലാളിയല്ലേ? ഓണർ, ആക്ച്വൽ ഓണർ ഇസ് ജീവാത്മ. അയാളുടെ സെർവന്റ് ആണ് മനസ്സ്. മനോബുദ്ധി അഹങ്കാരമെല്ലാം ഈ ജീവാത്മാന്റെ സെർവൻസ് ആണ്. വെറുതെ അയാളെ പോയി കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യം. നമ്മൾ ചെയ്യുന്ന കുറ്റത്തിന് വേറെ ഒരാളെ മണ്ടയ്ക്ക് വെക്കരുത്. ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദം ഏറ്റെടുക്കുക. നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക. ദെൻ എല്ലാ മനസ്സ് പരിശുദ്ധാവും, ബുദ്ധി പ്രവർത്തിക്കും. അഹങ്കാരം ശരി. അഹങ്കാരം പറഞ്ഞ ഭഗവാനെ സേവിക്കാനുള്ള മനോഭാവമാണ് അഹങ്കാരം. എല്ലാം സെറ്റ് റൈറ്റ്, എല്ലാം ശരിയാവും. നമ്മൾ ശരിയായ എല്ലാം ശരിയാവും. നമ്മളാണ് കുറ്റക്കാരൻ നമ്മൾ മനസ്സിലാക്കുന്നവരെ പ്രശ്നം. Yeah,
ചോദ്യങ്ങളില്ല. ഓക്കെ. സർട്ടിഫിക്കറ്റ്സ് Temple project fund collection, Krishna team, 1,000 rupees, Hare Krishna. Hare Krishna. Balram team, 10,000 rupees, Hare Krishna. Family collection, counselor family collection, Rayavati Vishaya Devidasi, 5,600, Hare Krishna. ബാക്കിയുള്ള കൗൺസിലർ എല്ലാം പറയാൻ പറ്റാത്ത സംഖ്യയായിരിക്കും, അതുകൊണ്ട് പറയാത്തതോ. ഓക്കെ. ഇനി ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ, മേനോൻപാറ സ്മാൾ ബുക്സ് 29, ബിഗ് ബുക്സ് 5. ഹരിബോ. യെസ്റ്റർഡേ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ സ്കോർ വന്നിട്ട് സ്മാൾ ബുക്സ് 5 എണ്ണം. പിന്നെ ലാസ്റ്റ് വീക്ക് കൗണ്ടർ സെയിൽസ് 59 ബുക്ക്. അത് ഏതാണ്? മേനോൻപാറ പറയോ? ഓക്കെ. കുട്ടികളുടെ ക്യാമ്പ് മറ്റെല്ലാം കൂടെ. ഓക്കെ. ട്രാൻസ്ഫർ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാം की जाए. ഹരേ കൃഷ്ണ. ഒരു പാസ് ടൈം പറയട്ടെ പ്രോഭാതില്. 2 മിനിറ്റ് സമയമുണ്ട്. പ്രോഭാര് ലണ്ടനിലെ UK ഒരു ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ക്ലാസ് നിർത്തിയിട്ട് എന്താ പറയാ, ഭജന പാടാൻ തുടങ്ങി കർത്താലിന് നിർത്തിയിട്ട്. അപ്പൊ യമുന മാതാജി നോക്കി എന്താണ് ക്ലാസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു, പിന്നെ ഇടയ്ക്ക് നിർത്തിയിട്ട് ഭജന പാടുന്നു. അപ്പൊ യമുന മാതാജി ക്ലാസ് കഴിഞ്ഞ് പ്രഭുപാദോട് ചോദിച്ചു, എന്തായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ പാടി? അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, അതെ പ്രഭുപാദ് പാടിയത് എന്താ പറയാ, ഒരു ഭജൻസ് ഉണ്ട് ഭക്തിവിനോദ് ടാഗോറിന്റെ. അതായത് നാരദ മുനി ഭജേ വീണ രാധികരമണനാമേ എന്നൊരു കീർത്തൻ പാടി. എന്നുവെച്ചാൽ നാരദമുനി വീണ വായിച്ചുകൊണ്ട് പാടുകയാണ് രാധാരമണ നാമ. അങ്ങനെ ഒരു കീർത്തനം പാടി. ഉടനെ യമുന മാതാജി ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ പാടിയത്? നാരദമുനി വന്നു ആ ക്ലാസ്സിൽ. ഹി വാസ് ഇൻ ദ സ്കൈ സിംഗിങ് രാധാരമണ. നീ കണ്ടില്ലേ ചോദിച്ചു. പ്രഭുപാദ് കണ്ടിട്ടാണ് അത് നിർത്തിയിട്ട് പാടിയത്. ബിക്കോസ് പ്രഭുപാദ് പറഞ്ഞു, ഐ എം എ ഇന്റർനാഷണൽ പ്രീച്ചർ, ഈസ് എ ഇന്റർ യൂണിവേഴ്സൽ പ്രീച്ചർ. നാരദമുനി ഇന്റർ കോണ്ടിനെന്റൽ എന്ന് വെച്ചാല് ഈ നമ്മൾ അന്താരാഷ്ട്ര കൃഷ്ണ ആഘോഷിക്കുന്നത് ബ്രഹ്മാണ്ഡ കൃഷ്ണ പ്രചരണ കേന്ദ്രമാണ് നാരദമുനി. കാരണം ഹി വാണ്ട് ടു വിസിറ്റ് പ്രഭുപാദ്. അത് ആ ഭക്തിയുടെ പ്യൂരിറ്റി കൊണ്ടാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. പ്രഭുപാദ് ആക്ച്വലി നാരദരെ കണ്ടിട്ടാണ് ആ പാട്ട് പാടിയത്. യമുന മാതാജി യമുന എന്ന ബുക്കുണ്ട്, ആ ബുക്കിൽ ഇത് പാസ്റ്റ് ടെൻസ് എഴുതിയിട്ടുണ്ട്. പ്രഭുപാദക്ക്. സോ അങ്ങനെ ഉത്തമ ഭക്തന്റെ ശിഷ്യന്മാർ നമ്മൾ എത്ര സീരിയസ് ആയിരിക്കണം. നാണക്കേടുണ്ടല്ലേ പറയാം. പ്രഭുപാദന്റെ ശിഷ്യൻ മീൻസ്